السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وعترته أجمعين. أما بعد. വളരെ ബഹുമാനമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ പാണക്കാട് അവർകൾ, ആമുഖ ഭാഷണം നടത്തിയ ഷബീർ വഹബി ഉസ്താദ് മമ്പാട് അവർകൾ, ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ വരാനിരിക്കുന്ന ആദരണീയരായ ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവർകൾ, വേദിയിലിരിക്കുന്ന മഹാന്മാരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠർ, ഈ സംവിധാനത്തിൻ്റെ നേതാക്കന്മാർ, സദസ്സിൽ ഒരുപക്ഷെ വേദിയിലിരിക്കുന്നതിനെ പോലെ ശ്രേഷ്ഠരായ ഒരുപാട് പണ്ഡിതരിയ്ക്കുന്നു. പ്രിയപ്പെട്ട പണ്ഡിതരെ, ഏറെ സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹു നമ്മുടെ സംഗമത്തെ സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. പ്രഭാതത്തിൽ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അള്ളാഹു ഈ പ്രഭാതത്തെ സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയത്തിലാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. മനുഷ്യകുലം മുഴുവൻ ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബ ബന്ധത്തെക്കുറിച്ച്. ഇത് മനുഷ്യന് മാത്രമല്ല, മറ്റു പല ജീവികൾക്കും. പക്ഷേ മനുഷ്യനെ പോലെ കൃത്യമായ സംവിധാനത്തിൽ കുടുംബം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് വേറെ ആരുമില്ല എന്നുള്ളതാണ്. വളരെ മനോഹരമാണിത്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് ജീവിതത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, കൃത്യമായ മാർഗദർശനം നൽകുമ്പോൾ, കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിലൂടെ ഒരു ജനത്തിന്റെ, ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെ മോക്ഷത്തിന് ഏറ്റവും എളുപ്പ വഴികൾ അതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. വലിയ അധ്വാനമൊന്നുമില്ലാതെ മനുഷ്യന്റെ മനസ്സിന്റെ കൃത്യമായ തെളിമ കൊണ്ട് സ്വർഗം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുന്നുണ്ട്. അധ്വാനം എന്ന് പറയുന്നത് ശാരീരിക അധ്വാനമാണ്. പക്ഷെ മാനസികമായ അധ്വാനം കൊണ്ട്, മറ്റു സംവിധാനങ്ങളില്ലാതെ, മറ്റു സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകൾക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്വർഗലബ്ധി സാധ്യമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാലഘട്ടത്തെയൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ, നശിച്ച ഒരു കാലഘട്ടം, വൃത്തികെട്ട ഒരു തലമുറ, പുതിയ ഒരു ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ തലമുറ ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ അവിടെ നമ്മൾ കാണാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഗൗനിക്കാതെ പോകുന്ന ചില പരാമർശങ്ങളുണ്ട്, ചില പരമാർത്ഥങ്ങളുണ്ട്. അതിനെയാണ് നമുക്കൊന്ന് തൊട്ടുണർത്താനുള്ളത്. പുതിയ തലമുറ ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. കാരണന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മധ്യവയസ്കരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊക്കെ ആലോചിക്കുമ്പോൾ കുടുംബം എന്ന് പറയുന്നത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലൊന്നും. പക്ഷെ ഇപ്പോ പുതിയ ഒരു തലമുറ രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടി അതിന് വലിയ ആശങ്കകൾ ഉണ്ടാകുന്നു എന്നതാണ്. ഞാൻ ഒരു പത്രവാർത്ത സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. അസീറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ശിലാഫലകം കണ്ടെത്തി. എന്തോ കുഴിക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരു എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ശിലാഫലകം കിട്ടുന്നത്. ആ ശിലാഫലകത്തിൽ എന്തോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. കാരണം ഒരുപാട് പഴക്കമുണ്ട് ശിലാഫലകത്തിനെന്ന് മനസ്സിലായി. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആ ശിലാഫലകത്തിന്റെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ശിലാഫലകത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തിയത് 3000 കൊല്ലം പഴക്കമുണ്ട് ആ ശിലക്ക് എന്നാണ്.
3000 കൊല്ലം പഴക്കമുള്ള ഈ ശിലാഫലകത്തിൽ എന്തോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭാഷകൾ അറിയില്ല. പഴയകാലത്തെ ഏതോ ഒരു ഭാഷയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണല്ലോ പുതിയ കാലത്ത് എന്തും ഡീകോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഈ നശിച്ച ലോകത്ത് ജീവിച്ചു മടുത്തു, ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് എഴുതി വെച്ച ഒരു ആത്മഹത്യാ കുറിപ്പായിരുന്നു. എത്ര കൊല്ലം മുമ്പായിരുന്നു എന്ന് ആലോചിക്കണം. 3000 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മടുത്ത് ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയി ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ആത്മഹത്യ കുറിപ്പാണത്. 3000 കൊല്ലം മുമ്പ്. എന്നിട്ടാണോ ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മളിങ്ങനെ ആശങ്കപ്പെടുന്നത്? കുടുംബത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, കുട്ടികളിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത കാണുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരന്റ്സിന്, വല്യപ്പമാർക്ക് വല്യമ്മമാർക്ക് വലിയ ആശങ്ക ഉണ്ടായിരിക്കും. മക്കള് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മക്കൾക്ക് ഇച്ചിരിയൊക്കെ അതിനോട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റുന്നുണ്ടാകും. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർ കടന്നു വന്ന ഒരു വഴി വേറെ ഒരു വഴിയാണ്. ആ വഴിയിൽ നിന്നും മാറി പുതിയ തലമുറ പുതിയൊരു വഴിയിലേക്ക് പോകുമ്പോ അതിനോട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റാത്ത ഒരു തലമുറ ഈ നാട്ടിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പുതിയ തലമുറ തിരിച്ചറിയണം. പക്ഷെ പഴയ തലമുറ തിരിച്ചറിയേണ്ടത്, പഴയ കാലത്തും വലിയ മോശമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും ഉണ്ടായിരുന്നു അസ്വസ്ഥതകളൊക്കെ. ഇന്നത് എത്രയും പെട്ടെന്ന് ആളുകളുടെ ചെവിയിലും കണ്ണിലും ഒക്കെ എത്തുന്നുണ്ട്. കാരണം അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും പുതിയ തലമുറക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്, പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അവർ വേഗത കൂടിയ ഒരു ലോകത്താണുള്ളത്. ഞാൻ സർവീസിലാണ് ഉള്ളത്. ഞങ്ങളുടെ ഒക്കെ പരിസരത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. അയാൾ എഴുതി വെച്ച ഒരു ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് പത്രക്കാർക്ക് കാണിച്ചു കൊടുത്തു. അതിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു: വേഗത കൂടിയ ലോകത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന്. വേഗത കൂടിയ ലോകത്ത് ഓടിയെത്താൻ കഴിയാതെ ജീവിതം അവസാനിപ്പിച്ചു പോയ അഭിനവ മതനിരാസ ആളുകളുടെ കാലഘട്ടമാണിത്. മതനിരാസത്തിന്റെ ആളാണത്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളും കൂടെ ആയിരുന്നു. ദൈവം ഇല്ല എന്ന് പറയുന്ന ആളാ. പടച്ചോൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന ആളാ. പക്ഷെ അയാൾ ആത്മഹത്യ ചെയ്തു പോയി. ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും ഭാര്യയാണ് സംശയിക്കുന്നത്. ഭാര്യ ഉടനെ ആത്മഹത്യാക്കുറിപ്പ് കാണിച്ചു. വെറുതെ എന്നെ ചൂണ്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അതിൽ എഴുതി വെച്ച് എന്തായിരുന്നു അറിയോ? വേഗത കൂടിയ ലോകത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. പുതിയ കാലഘട്ടത്തിലെയും പഴയ കാലഘട്ടത്തിലെയും ജനറേഷന് ഈ നിലവിലെ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ എന്നറിയപ്പെടുന്ന നമ്മളെല്ലാവരും ഒന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത്, നിപ്പ വന്ന സമയത്ത് നാട്ടിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെയൊക്കെ കൃത്യമായ മാനുഷിക മൂല്യങ്ങളെ കൃത്യമായി സംരക്ഷിച്ച് സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് നേതാക്കന്മാരായിരുന്നില്ല, ചെറുപ്പക്കാരായിരുന്നു. എന്റെ സ്കൂളിൽ 5000 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂളില് ഒരു വലിയ ക്യാമ്പ് നടക്കുന്ന സമയമാണ്. പുനരധിവാസ ക്യാമ്പ് നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആ ക്യാമ്പില് ധാരാളം ആളുകളുണ്ട്. പക്ഷെ അടുത്ത ദിവസം വീണ്ടും വെള്ളം വന്നു. നദിയിലൊക്കെ വെള്ളം പൊങ്ങി വലിയ ഭീകരമായ അന്തരീക്ഷം ഉണ്ടായപ്പോ പിന്നെയും ആളുകള് ആ പ്രദേശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോ ഒരു ടോറസ് ലോറിയില് സ്കൂളിൽ നിന്ന് ഞാനും കയറിപ്പോയി. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ദിക്കറിയാത്ത ഒരിടത്ത് ചെന്ന്, ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന്, മഗ്‌രിബിന് ശേഷമുള്ള സമയമാണ്, നല്ല ഇരുട്ടുണ്ട്. അവിടെ ചെന്ന് അവിടുന്ന് രക്ഷാപ്രവർത്തനത്തിനായിട്ട് താഴെ ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കൈകൊണ്ട് ചൂണ്ടിട്ട് പറയാണ്, തടഞ്ഞിട്ട് പറയാണ്, സാർ ഇറങ്ങണ്ട, അവിടെ ഇരിക്കണം, ഞങ്ങൾ ഇറങ്ങിക്കോളാം, ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലമാണ്, ഇത് നിങ്ങൾക്ക് അറിയാത്ത ഇടമാണ്, ബുദ്ധിമുട്ടുണ്ടാകും, സാർ അവിടെ ഇരുന്നാ മതി. അപ്പോഴാ എപ്പോഴോ പഠിപ്പിച്ച ഒരു കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നത്. അതുവരെ മനസ്സിലായിണ്ടായിരുന്നില്ല. അവൻ ഒരു കാരണവശാലും ഇറങ്ങാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, ഞാനിത് ഈ ഭാഗത്ത് നിന്നോളാം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, വേണ്ട സാർ, നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, ഇവിടെ നിൽക്കുക. അവിടുന്ന് ഒരു കയറ് കെട്ടി അടുത്ത തെങ്ങിലേക്ക്, പിറ്റത്തെ തെങ്ങിലേക്ക് കെട്ടിക്കെട്ടി അപ്പുറത്തെ വീടുകളിൽ എത്തിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ആളുകളെ കയറിൽ പിടിച്ച് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരുമ്പോ അവരെ ലോറിയിലേക്ക് കടത്താൻ വേണ്ടി മാത്രമാണ്
ഇച്ചിരി മുതിർന്ന ആളുകളെ ആ ചെറുപ്പക്കാര് സന്നദ്ധരാക്കി അവിടെ നിർത്തിയത്, സജ്ജരാക്കി നിർത്തിയത്. ബാക്കി ഒരു പണിയും ചെയ്യാനില്ല. അവരാണ് വെള്ളക്കെട്ടുകളിലേക്ക് പോകുന്നത്, പാത്രങ്ങളിൽ ആളുകളെ കയറ്റിയിരുത്തുന്നത്, എന്നിട്ട് അത് തള്ളിക്കൊണ്ടുവന്നിട്ട് ഈ ലോറിയുടെ അടുത്ത് വന്ന് അവിടുന്ന് ഇറക്കുന്നത്. കോണി വെച്ച് ലോറിയിലേക്ക് കയറ്റിയിട്ട്, ടോറസ് ലോറിയാ, നല്ല ഉയരമുണ്ട്, ഉള്ളിലൊരു കോണി വെച്ചിട്ട് അവിടുന്ന് താഴേക്ക് ഇറക്കുന്നത്. അതീവ ഭീകരമായ അന്തരീക്ഷത്തിൽ ഒരു തലമുറ നമ്മെ സഹായിച്ചത് എങ്ങനെയാണെന്ന് നേരെ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. അങ്ങനെ തള്ളിവിടേണ്ടവരെല്ലാവരും എന്നുള്ളതാണ്. കാസർഗോഡ് ഭാഗത്ത് പെൺകുട്ടികളുടെ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധികൾ, എനിക്ക് വേറെ വിഷയമാണ് തന്നിരുന്നത്, മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു, നിങ്ങൾ അഫെയറിനെ കുറിച്ച് പറയണം, പുതിയ തലമുറയാണ്, അവരുടെ ഭീകരമായ അന്തരീക്ഷത്തെ കുറിച്ച് പറയണം, ഇത് കാസർഗോഡാണ്, വല്ലാത്ത സാഹചര്യമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ആകെ പേടിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു അത് പറയാതിരിക്കരുത്. കാരണന്മാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ, ഞാൻ പറയാൻ വേണ്ടി ഞാൻ കയറി സ്റ്റേജിൽ ചെന്നു. കാരണന്മാർ ഇരിക്കുന്നുണ്ട്, മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്, അവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ട്, സദസ്സിൽ മുഴുവൻ പെൺകുട്ടികളാണ്. 94 കുട്ടികളാണ് ആ കോളേജിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും പർദ്ദയുണ്ട്, ഹിജാബ് ഉണ്ട്, നല്ല ചിട്ടയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാരണന്മാർക്ക് ഒരു ആശങ്ക, ഇതെന്താ പറയാത്തത്. അവസാനം ആ വിഷയത്തിലേക്ക് ഞാൻ എത്തി. ആ വിഷയം ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഒരു രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, നിശബ്ദമായിട്ട് അവരോട് ആലോചിച്ച് വളരെ സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒന്ന്, ഇന്ന് ളുഹ നിസ്കരിച്ച എത്ര പേരുണ്ട് എന്നതായി. എന്നെ ഞെട്ടിച്ചത്, പെൺകുട്ടികളാണ്, സ്വാഭാവികമായിട്ടും പറ്റാത്തതും ഒക്കെ ഉണ്ടാകും. പക്ഷെ ആ കൂട്ടത്തിൽ ഇരുന്ന നല്ലൊരു ശതമാനം കുട്ടികളും കൈ ഉയർത്തിയിട്ട് പറഞ്ഞു. +1, +2 ഡിഗ്രിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ കൈ ഉയർത്തിയിട്ട് പറയുന്നത് ഞങ്ങൾ ഇന്ന് ളുഹ നിസ്കരിച്ചിട്ടുണ്ടെന്നാ. ബാക്കിലേക്ക് ഞാൻ നോക്കാൻ നിന്നില്ല, അവരോട് ഞാൻ ചോദിക്കാനും നിന്നിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാ, നമ്മുടെ മക്കളാ, നമ്മളിങ്ങനെ തള്ളി പറയുന്ന മക്കളാ. ആ മക്കളുടെ കൂട്ടത്തില് ളുഹ നിസ്കരിച്ചവരുണ്ട് എന്ന് കേൾക്കുമ്പോ അവിടെ ഇരിക്കുന്ന ആളുകളൊന്ന് സ്തബ്ധരായിട്ടുണ്ടായിരിക്കും. അടുത്ത ഒരു ചോദ്യം, സത്യസന്ധമായിട്ട് മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ, വളരെ കൃത്യമായിട്ട് ആലോചിച്ച് സത്യസന്ധമായിട്ട് മാത്രം പറയണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ രാത്രി നേരം പുലരുന്നതിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് എത്ര പേരുണ്ടെന്നാ. നേരത്തെ കൈ ഉയർത്തിയതുപോലെ നല്ലൊരു ശതമാനം കുട്ടികളും കൈ ഉയർത്തി. എനിക്ക് വല്ലാത്തൊരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് ആയിരുന്നു. അന്ന് യാത്രയുടെ തിരക്കില് ഞാനത് മറന്നു പോയിട്ടുണ്ട്. നേരത്തെ എത്താൻ പോകുമ്പോ, ഞാൻ ട്രെയിനിലുള്ള യാത്ര ആ സമയം, എനിക്കന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനത് ചോദിച്ചത് പ്രിക്ക് ഓഫ് കോൺഷ്യസ് കൂടിയിട്ടാ, ഒരു മനസാക്ഷിത്വത്തോട് കൂടിയിട്ടാ. പക്ഷെ ആ തലമുറയിൽപ്പെട്ട പെൺകുട്ടികള് എല്ലാവരും ആർജവത്തോടെ മറുപടി പറയുന്നത് ഞങ്ങൾ ഇന്ന് ളുഹ നിസ്കരിച്ചിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. ആരോടാ നിങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്നതാണ് ചോദിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ തലമുറയെ നമ്മൾ ശരിയാക്കാൻ പോകുമ്പോൾ, പുതിയ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ നമ്മളിങ്ങനെ വളരെ ബേജാറോടുകൂടി എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയിൽ മാത്രം കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ സൂക്ഷ്മതയിൽ മാത്രം. ഒരു തലമുറയെയും തള്ളിക്കളയാനുള്ളതല്ല. ഒരു കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആ അസ്വസ്ഥതകളുടെ പേരിൽ മാത്രം അവരെ ഇങ്ങനെ ശാസിക്കുന്നതും ശകാരിക്കുന്നതും ഒഴിച്ചു നിർത്തുന്നതും അകറ്റി മാറ്റി നിർത്തുന്നതും ഒക്കെ എത്രമേൽ ബാലിശമാണ് എന്നാണ് നമ്മൾ ആദ്യമായി ആലോചിക്കേണ്ടത്. തെറ്റുകളുണ്ടായിരിക്കാം പുതിയ തലമുറയിൽ, സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാലത്തും ഇല്ലേ, നമുക്കും അറിയാലോ, നമ്മൾ മനുഷ്യരാണ്, നമ്മളും വളർന്നു വന്നവരാണ്. ഒരു കാലത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു നമ്മളും, അതും കടന്നു വന്നവരാണ്. ഇപ്പോഴത്തെ ഉമ്മയും ഉപ്പയും കാരണവന്മാരും എല്ലാവരും. നമുക്കൊരു കുട്ടിക്കാലം കടന്നു പോയിട്ടില്ലേ? ആ കുട്ടിക്കാലത്തെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കുടുംബ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ അറിഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ വളരെ വലിയ സ്ഥാനം കൊടുത്ത് സ്നേഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ചിട്ടകളെ ക്രമപ്പെടുത്തിയത്, നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ ദീനിനെ അടിയുറച്ചു നിൽക്കണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതൊക്കെ പ്രത്യേക ട്രെയിനിങ് ഒന്നും കിട്ടാതെ പ്രകൃതി തന്നെ പഠിപ്പിച്ച ഒരു സംഘമാണ് നമ്മെ ഇത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത്. ആ തലമുറയിലാണ് ഇപ്പോ നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ പഴയ തലമുറയും പുതിയ തലമുറയും സാന്ദർഭികമായിട്ട് കാലികമായിട്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വേഗത കൂടിയ ഒരു തലമുറയാണ്, വലിയ കാഴ്ചപ്പാടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു തലമുറയായിട്ട് നമുക്ക് ഈ തലമുറയെ കാണാൻ പറ്റും. ടെക്നോളജി അത്രമേൽ വളർന്ന ഒരു തലമുറ. ആ തലമുറയിൽ ജീവിക്കുന്നവരുടെ അതേ മാനസികാവസ്ഥ അല്ല പഴയ കാലത്ത് ജീവിക്കുന്ന നമ്മളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഒന്ന് തരംതിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ്
കുടുംബത്തിൽ ഒരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു സമാധാനമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മക്കളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്താൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മക്കളെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ കൈകാര്യം ചെയ്ത് പോകണമെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയിൽ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. സാധാരണ പറയുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് പോലെ സൈക്കോളജിസ്റ്റുകൾ വളരെ കൃത്യമായി അത് ഫോളോ ചെയ്യുന്നുണ്ട്. അവർ 6 വയസ്സാണ് പറയുന്നതെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ 7 വയസ്സ് വരെ എന്ന് പറയുന്നുണ്ട്. 7 വയസ്സ് വരെ നിസ്കരിക്കാൻ കൽപ്പിക്കാനും 7 വയസ്സ് 10 വയസ്സ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാനും നമ്മളെ പഠിപ്പിച്ചു. അത് അങ്ങനെ തന്നെ ഏറ്റു പോന്നു. നമ്മുടെ പുതിയ തലമുറക്കും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് നന്മകൾ ഉപദേശിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ട്രാക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 ഘട്ടങ്ങളെ കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം കൃത്യമായി നമ്മെ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിൽ അതെങ്ങനെയാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ ജീവിതത്തിൽ കൃത്യമായി പുലർത്തി കാണിച്ചു തന്നു എന്നുള്ളതാണ്. പുറത്തൊരു യാത്ര പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുമ്പോ കുടുംബത്തിലെ കുഞ്ഞുമക്കളെ ആദ്യം പോയി കാണുകയും അവരെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ചിട്ട് ശേഷം മാത്രമാണ് ഭാര്യമാരോടും മറ്റു ആളുകളോടും ഒക്കെ സമീപിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയങ്ങളിലൊക്കെ കുടുംബത്തിലെ മക്കളെ അതുപോലെ പേരമക്കളെ ഒക്കെ നേരെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും ചേർത്ത് നിർത്തിയും സ്നേഹം പങ്കുവെച്ചും മാത്രമാണ് മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു പോയിരുന്നതെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സമ്മാനം കിട്ടുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതെടുത്ത് വെക്കാറുണ്ട്. പ്രവാചകർക്ക് ചിലപ്പോൾ അത് ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, പക്ഷെ അത് എടുത്തു വെക്കും. ഏത് സമ്മാനങ്ങളും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ മുഴുവനൊന്നും നമുക്ക് അതേപടി ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് മാറ്റിവെക്കും. ആർക്ക് വേണ്ടി? കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ടത് കൈമാറുമായിരുന്നു എന്നും. ഒരിക്കലൊരു സമ്മാനമായിട്ട് വന്നപ്പോ ആയിഷ ബീവി പറയുന്നുണ്ട്, എനിക്കത് തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ആ സമ്മാനം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന്. പക്ഷേ അത് മറ്റൊരു കുട്ടിക്ക് കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുഞ്ഞുങ്ങളെ പരിഗണിക്കേണ്ടത് അങ്ങനെ കാണിച്ചു കൊടുത്തത്. അത് മുതിർന്നവർക്ക് കൊടുക്കേണ്ടതല്ല, ഭാര്യമാർക്ക് കൊടുക്കേണ്ടതല്ല, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. പിന്നെയാണ് ഭാര്യമാരിലേക്ക് പോകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ട്രാക്ക് കാണിച്ചു തന്നത് അത്ര മനോഹരമായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടുംബത്തിലെ അന്തരീക്ഷത്തെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുടുംബ ക്ലാസുകൾ തന്റെ സ്വഹാബാക്കൾക്ക് കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തെ കുറിച്ച് വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇയ്യാകുമുദ്ദുഖൂൽ അലൻ നിസാ, വളരെ സൂക്ഷിക്കണമെന്ന ഒരു ഭാഷയിലാണ് അത് പറയുന്നത്. സ്ത്രീകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോ, കുടുംബത്തിലെ സ്ത്രീകളിലേക്കൊക്കെ കടക്കുമ്പോ നല്ല സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇത് ഏത് സ്ത്രീകളെ കുറിച്ചാ? ഇത് സ്വഹാബാക്കൾ കേട്ടപ്പോ സ്വഹാബാക്കൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആരെ കുറിച്ചാ പറയുന്നത്? ഉമ്മയെ കുറിച്ചാണോ, ഭാര്യമാരെ കുറിച്ചാണോ, അതോ സഹോദരിമാരെ കുറിച്ചാണോ, ഇതൊന്നും അല്ലാത്ത കുടുംബത്തിലെ മറ്റാളുകളെ കുറിച്ചാണോ? അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഹെമ്മുണ്ട്, ജ്യേഷ്ഠന്മാരുടെ അനുജന്മാരുടെ ഒക്കെ ഭാര്യമാരുണ്ട്, അവരോട് ഞങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി, വളരെ ഭക്തിയില്, വളരെ സൗമ്യമായിട്ട് പറഞ്ഞത് അൽ ഹമ്മു വൽ മൗത്ത്. വളരെ ഭീകരമാണ് എന്നർത്ഥം. സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠന്റെ ഭാര്യമാരോട്, അനുജന്റെ ഭാര്യമാരോട്, മഹറമല്ലാത്ത കുടുംബത്തിലെ മറ്റു സ്ത്രീകളോട് പെരുമാറുന്നതിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിനയത്തോടെ സൗമ്യമായി സാന്ദർഭികമായി മെല്ലെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. അത് മൗത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആ ഭീകരതയ്ക്ക് അത്രമേൽ അപകടകരമാണ്, സൂക്ഷിക്കേണ്ടതാണ്, പരിഗണിക്കണം. കുടുംബത്തിലെ സകല ആളുകളെയും പരിഗണിക്കണം, അത് മഹറമാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരെയും പരിഗണിക്കണം. പക്ഷേ പരിഗണിക്കുമ്പോ സൂക്ഷ്മത പുലർത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ, അനുജന്റെ ഭാര്യയല്ലേ. നമ്മുടെ സ്വന്തം മക്കളെ പോലെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാരെ പോലെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകളെ പോലെ അങ്ങനെ അടുത്തിടപഴകാൻ സൂക്ഷ്മത പുലർത്തണമേ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. അതിപ്പോ നമ്മുടെ കുടുംബത്തിൽ മറ്റൊരർത്ഥത്തിലും വല്ലാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജ്യേഷ്ഠന്റെ മക്കള് അനുജന്റെ മക്കളോട് പെരുമാറുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മള് കുട്ടികൾ അതിനെ കസിൻ എന്നൊക്കെ വിളിച്ചു പറയും, അല്ലെ? കസിൻ എന്നാണ് വിളിച്ചു പറയുന്നത്. കസിനും ബ്രദറും രണ്ടാ. കസിൻ ബ്രദർ എന്ന് പറയരുത് എന്നാണ് ഇംഗ്ലീഷിന്റെ നിയമം. കസിൻ ബ്രദർ എന്ന് പറയുന്നത് കാരണം ബ്രദറിന് അർത്ഥം വേറെയാണ്, കസിൻ അർത്ഥം വേറെയാണ്. ബ്രദർ എന്ന് പറയുന്നത് ഒരേ ഉമ്മാന്റെ ബാപ്പാന്റെ മക്കളിൽ നിന്ന് വരുന്നതാണ്. പിന്നെ കസിൻ എന്ന് പറയുന്നത് ഒരേ ഉമ്മാന്റെ ബാപ്പാന്റെ മക്കൾ എന്നല്ല, അല്ലാത്ത സെപ്പറേറ്റ് ഉമ്മാന്റെ ബാപ്പാന്റെ മക്കൾ എന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മഹ്റമന്റെ ഭാഗത്തിൽ പെട്ടതല്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തില് ഇത്തരത്തിലുള്ള ആളുകളോടുള്ള സമീപനത്തില് എന്താ അവസ്ഥ എന്ന് ആദ്യം ഞാൻ എൻ്റെ അടുത്തും പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും ഒന്ന് ആലോചിച്ച് നോക്കാം. കുടുംബത്തിലൊരു കല്യാണം ഉണ്ടാകുമ്പോ പെട്ടെന്നൊരു യാത്രയുടെ കാര്യം വന്നാൽ, അതൊക്കെ പോട്ടെ, ഒരു സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യം വന്നെന്ന് നോക്കാം. സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യം വരുമ്പോ എന്റെ മകളെ എന്റെ അനുജന്റെ കൂടെ എനിക്ക് പറഞ്ഞേക്കാം, എന്റെ അനുജന്റെ മകന്റെ കൂടെ പറഞ്ഞേക്കാനോ, എന്റെ ജ്യേഷ്ഠന്റെ കൂടെ എനിക്ക് പറഞ്ഞേക്കാം, എന്റെ ജ്യേഷ്ഠന്റെ മകന്റെ കൂടെ പറഞ്ഞേക്കാം. എന്റെ മകളെ ഞാൻ ആരുടെ കൂടെ പറഞ്ഞേക്കണമെന്ന് എനിക്ക് തീരുമാനിക്കുന്നത് ശരിയാണ്. പക്ഷേ അവിടെ മഹ്റമിനെ കൃത്യമായിട്ട് പാലിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ സൂക്ഷിക്കുന്നുണ്ടാവും, പക്ഷെ നന്നോണ്ട് കണ്ടു. ഞങ്ങളൊക്കെ ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ട് ചെളിയിടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആകെ ഒമകിടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇപ്പൊ അത് കസിനൊക്കെ വിട്ടു സ്വന്തം ബെസ്റ്റുകളിലേക്ക് പോയിട്ടുണ്ട്, അല്ലേ? അതാണ് അവരുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബെസ്റ്റുകളിലേക്ക് പോയിട്ടുണ്ട്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്ന നിലക്കാം. കുടുംബത്തിൽ നിന്ന് വളരെ മനോഹരമായി ജീവിതം പഠിച്ചു വരുന്ന മക്കൾക്ക് അത് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാനും കൂടി ഈ സമയം ഉപയോഗിക്കാൻ. സ്വന്തം കുടുംബത്തില് കൃത്യമായ ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ എന്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞ 5000 കുട്ടികളാണ്. എനിക്ക് ആകെ 4 ക്ലാസ്സിൽ പോയാൽ മതി, 4 ക്ലാസ്സിൽ പോയാൽ മതി. പക്ഷേ ബാക്കി എത്രയോ കുട്ടികൾ അവിടെ ഉണ്ട്. ചെയ്യുന്ന പണി എന്താണെന്നറിയോ? കിട്ടുന്ന ചാൻസ് മുഴുവൻ അത്തരത്തിലുള്ള കുട്ടികളെ സമീപിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തും. അവിടെ പോയിട്ട് ജീവിതത്തെ കുറിച്ച് സംസാരിക്കും. അവിടെ ഞാൻ ഇംഗ്ലീഷല്ല പഠിപ്പിക്കുക, അവിടെ പോയിട്ട് എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് ജീവിതത്തെ പഠിപ്പിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠങ്ങൾ പഠിപ്പിക്കും. പേരൊന്നും പറഞ്ഞോണമെന്നില്ല, സെക്യുലർ ആയിട്ടുള്ള ക്യാമ്പസാ. ചിലപ്പോ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പരാമർശങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് പേരുകളൊന്നും പറഞ്ഞോണമെന്നില്ല. ചിലപ്പോ പറയും പ്രവാചക പഠനങ്ങൾ അങ്ങനെയാണ് എന്ന് പറയും, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു സൂക്തമുണ്ട് എന്ന് പറയും. അതെല്ലാ ജാതിയും മതമുള്ള സദസ്സിൽ പറയും. അത് പറയുമ്പോ അവരാണ് ഏറ്റവും നന്നായി അത് കേൾക്കുന്നത്. പാരന്റ്സിന്റെ മീറ്റ് നടക്കുന്ന സമയത്ത് തന്റെ കുടുംബത്തിൽ ഭദ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തിനും സംശയിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് പേടിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോ അത് നമ്മുടെ സമുദായം സ്വീകരിക്കുന്നതിനേക്കാൾ അധികം മറ്റു സമുദായങ്ങൾ സ്വീകരിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും നേരെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. നമുക്കെന്താ അറിയോ? ഇഷ്ടംപോലെ കേൾക്കുന്നവരാ. എത്ര ഖുർആൻ നമ്മൾ കേൾക്കുന്നു, എത്ര ഹദീസ് കേൾക്കുന്നു, എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. പക്ഷെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ കുറവായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ചെയ്യുന്നവരുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ചെയ്യുന്നവരുടെ മക്കൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചെയ്യുന്നവരോ ചെയ്യുന്ന രീതിയിൽ ശാസ്ത്രീയത ഉൾപ്പെടുത്തുക മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രത്യേകമായ അധ്യാപനങ്ങളെ, കൃത്യമായ പാഠങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. മക്കളെ ദീന് പഠിപ്പിക്കും, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ ദീന് പഠിപ്പിക്കും, ഭാര്യയെ ദീന് പഠിപ്പിക്കും, മരുമക്കളെ ദീന് പഠിപ്പിക്കും. അതെങ്ങോട്ടായി എത്തുന്നുള്ളത് ഇപ്പൊ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. പുതിയ തലമുറയിലെ ഈ റിജക്ഷൻ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അത് എന്ന് പറയുന്ന വേണ്ട, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആ റിജക്ഷൻ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടികളോട് സംസാരിച്ചു നോക്കുന്നുണ്ട്, അവരങ്ങനെ പറയും. അവര് ചിലപ്പോ പാപ്പാനോടും ഉമ്മാനോടൊക്കെ ഉള്ള ബഹുമാനത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞോളുന്നില്ല. പക്ഷെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മരുമക്കളോട് നിങ്ങളത് സംസാരിക്കുക, അമ്മോശന്മാരായിട്ടുള്ള ആളുകൾ മരുമക്കളോട് സംസാരിക്കുക, അമ്മായിയമ്മമാരായിട്ടുള്ള ആളുകൾ മരുമക്കളോട് സംസാരിക്കുക. അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ തലമുറക്ക് ഒപ്പം നിൽക്കാൻ എന്താ പരിഹാരം എന്നാണ് ഇപ്പൊ നമ്മൾ തേടുന്നത്.
ആ തലമുറക്ക് ഒപ്പം നിൽക്കാൻ അവരുടെ ബോഡി ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്, അവരുടെ ശരീരത്തിന്റെ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്, അവരുടെ ജെസ്റ്റേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഇച്ചിരി സൈക്കോളജി അതിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. മനഃശാസ്ത്രപരമായ സമീപനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാ. പുതിയ തലമുറയെ സമീപിക്കുന്നതിൽ കൃത്യമായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പുതിയ തലമുറക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് പാരന്റിങ് തന്നിട്ടുള്ളത് നിങ്ങളുടെ തലമുറയെ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് തന്നത്. അതേ സാധനം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണ്ട. പുതിയ മക്കൾക്ക് പുതിയ രീതിയിൽ വേണം കൊടുക്കാൻ. നമ്മൾ പഠിച്ച കിതാബ് അതേമാതിരി ചിലപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ, പഴയ കിതാബ് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ അതിനെ പുതിയ കെട്ടുമട്ടിലേക്ക് മാറ്റുമ്പോൾ കുട്ടികളുടെ സ്വീകാര്യതയെ കുറിച്ച് ആലോചിച്ചാൽ മതി. കുട്ടികളുടെ സ്വീകാര്യത അങ്ങനെ പഴയ കിതാബ് ഇരുന്ന് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മുഷിപ്പല്ല അതേ സാധനത്തെ പുതിയ കുപ്പിയിലാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. പഴയ കാലത്ത് നമുക്ക് തന്ന അതേ അധ്യാപനങ്ങള് നമ്മുടെ പുതിയ തലമുറക്ക് കൊടുക്കുന്നത് ശൈലി മാറ്റിയിട്ടാണ്. കാര്യം ഒന്നാണ്, കഴമ്പ് ഒന്നാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ കൊടുക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ്. യാത്രകളെ സംബന്ധിച്ച് എൻ്റെ സ്കൂളിൽ നിന്ന് ഡൽഹി, ആഗ്ര, അതേപോലെ പിന്നെ പഞ്ചാബ് ഒക്കെ യാത്രകൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജ് എനിക്ക് വരാറുള്ളത്. സാധാരണ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീകരതയെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ആദ്യമേ പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വന്നാൽ മതി എന്ന് കൃത്യമായിട്ട് പറയും. എന്നിട്ടും 51 പേരായിട്ട് ഒരു തവണ 70 ചെല്ലാനും കുട്ടികളായിട്ടും ഒക്കെ യാത്ര പോയിട്ടുണ്ട്. യാത്ര പോകുന്ന സമയത്ത് ജമ്മും കസറും കൃത്യമായിട്ട് അവർ പഠിപ്പിക്കും. എല്ലാ ജാതിയും ഉണ്ടാവും. നിസ്കരിക്കേണ്ടവർക്ക് ജമ്മും കസറും പഠിപ്പിക്കും. യാത്രയിലെ മുൻകരുതലുകളെ കുറിച്ച് കൃത്യമായി അവരിരുത്തി പഠിപ്പിക്കും. യാത്ര പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കും. യാത്രക്കാരന്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കും. യാത്ര മശക്കത്താണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കും. അതെനിക്ക് ജാതിയും മതവും പ്രശ്നക്കാരില്ല. ഞാനെന്തിനാ അത് നോക്കണത്? യാത്ര ബുദ്ധിമുട്ടാണെന്ന് പറയാൻ അതെല്ലാവർക്കും ഒരേ പോളിസിയല്ലേ? ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളെ ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല, അത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാ സെക്കുലർ ആയിട്ടുള്ള ക്യാമ്പസിൽ പോലും കുട്ടികളോട് ധർമ്മം പറയുന്നതിൽ നമുക്കൊരു തടസ്സം ഉണ്ടാകാറില്ല എന്ന് പറയുന്നത്. അത് കൊടുക്കുന്ന കുപ്പിയിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് മാത്രം. അതാ ഞാൻ പറയുന്നത്, പുതിയ തലമുറക്ക് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാക്കാൻ തർബിയത്ത് കൊടുക്കുന്നതിൽ പുതിയ രീതികളെ സമീപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ക്ലാസ്സിൽ പറയും. ക്ലാസ്സിൽ യാത്രയുടെ തുടക്കത്തിലൊക്കെ പോയിട്ട് പറയും, രക്ഷിതാക്കളുടെ കൂടെ ഒക്കെ യാത്ര ചെയ്യണം, കുടുംബത്തിന്റെ കൂടെ യാത്ര ചെയ്യണം എന്നൊക്കെ. അങ്ങനെ കിട്ടുന്ന ചാൻസുകളൊക്കെ ക്ലാസ്സിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം പറഞ്ഞതാ. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, പാരന്റ്സിന്റെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല സാറിന്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അപ്പൊ എന്നോട്, ഞാൻ ആ കുട്ടിയെ അറിയും, കാരണം എന്റെ നാട്ടിലാണ് എന്റെ സ്കൂള്, ഞാൻ ആ കുട്ടിയെ അറിയും, എനിക്ക് ആ കുട്ടീന്റെ രക്ഷിതാക്കളെ എനിക്കറിയാം. അപ്പൊ ആ കുട്ടി മണ്ടങ്ങനെ മാന്തിട്ട് പറഞ്ഞു, അത് ഒന്നുമില്ല, അത് പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ഒന്ന് അവളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ഒരു പെൺകുട്ടിയാ. ആ കുട്ടിയെ എനിക്കറിയാം, അവളുടെ ഉമ്മയെയും ഉപ്പയും എനിക്കറിയാം, അവളുടെ വീട്ടിലെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ മുഴുവൻ എനിക്കറിയാം. നല്ല ദീനിയായിട്ടുള്ള ഒരു വാപ്പാന്റെ മാൻഡി, തർബിയത്തൊക്കെ നന്നായി കൊടുക്കുന്ന വാപ്പാന്റെ മാൻഡി മോളാണ്. ഇതാണ് അവള് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്തോ ഒന്ന് എന്നെയും സ്ട്രൈക്ക് ചെയ്തു, എന്തോ മോൾക്ക് പറയാനുണ്ടെന്നുള്ളത്. പക്ഷെ അപ്പൊ ചോദിച്ച ആ കുട്ടി പറയണില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ സംസാരമൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിന് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ കുട്ടി പിന്നാലെ വന്നു, സാർ സോറി, ഞാൻ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒന്നുകൂടി മാറിക്കോന്ന് ചോദിച്ചു. അപ്പൊ ഒപ്പമുള്ള ആൾക്ക് കേൾക്കണ്ട, അതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നുമില്ല സാർ, ഞാൻ ഉപ്പാൻ്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉപ്പ ഇങ്ങനെ ദിക്ർ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക വണ്ടിയിൽ നിന്ന്, അതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, മോളെ ദിക്റിന്റെ ഒരു പ്രാധാന്യം എത്രയെന്ന് അറിയോ? ഒറ്റ ദിക്ർ മതിയല്ലോ നാളെ നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹ് സ്വീകരിച്ച ഒറ്റ ദിക്ർ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മളങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഒന്നും നിസ്സഹായമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒറ്റ ദിക്ർ മതിയല്ലോ. അതിന്റെ ഭാരം കൊണ്ട് എല്ലാ തിന്മകളെയും ചിഹ്നിച്ചിതറിപ്പിച്ച് നന്മയുടെ ത്രാസ് താഴെ വെച്ചടിച്ച് നിങ്ങൾ വലിയ സമ്പന്നരായിട്ട് പോകുമല്ലോ. അതുകൊണ്ടല്ലേ ഒറ്റ ദിക്ർ മതി എന്ന് പറയുന്നത്. ആ ഒരു ദിക്റിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുകയല്ലേ ചെയ്യുന്നത്. അതിലെന്ത് തെറ്റാണ്? അപ്പൊ ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞ രക്ഷമൊക്കെ പറയാൻ വേണ്ടി കാത്തുനിന്നിട്ട് ആ കുട്ടീനോട് ചോദിക്കാം, സാർ നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ ദിവസവും 100 ദിക്ർ ചൊല്ലിയിട്ട് ഉറങ്ങാറുള്ളൂ. ഞാൻ അവളോട് എന്താ പറയാ? ഞാൻ എല്ലാ ദിവസവും 100 ദിക്ർ ചൊല്ലിയിട്ട് ഉറങ്ങാറുള്ളൂ. ചെറുപ്പത്തിൽ ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അടുത്ത കുട്ടിയുടെ പരാതി, പിന്നെ മാത്രമല്ല ഹദ്ദാദ് എല്ലിപ്പിക്കും. ഞാൻ ചോദിച്ചു, ഹദ്ദാദ് ഒരു കാവലാണ്,
ഇന്ന് ചെല്ലിയ നാളെ ചെല്ലണ സമയം വരെ നമുക്ക് വലിയ കാവലാണ്. എന്താണ് അതിൻ്റെ പ്രശ്നമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ്, എത്ര വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞു, എത്ര വർഷമായിട്ട് ഒറ്റ ദിവസം പോലും ഞാൻ ഹദ്ദാദ് ചൊല്ലാത്തതില്ല എന്ന്. ഒരു സെക്കുലർ ക്യാമ്പസിൽ ഒരു മുസ്ലിം പെൺകുട്ടി മാതാപിതാക്കളെ കുറിച്ച് ഒരു ആശങ്ക പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു തോന്നിയപ്പോൾ ഓള് വന്നിട്ട് പരിഹാരം ഉണ്ടാക്കുകയാണ്. അവളുടെ ആശങ്കകൾ പറയാണ്. ഈ ആശങ്ക ഒരു കുടുംബത്തില് ഉമ്മയും ഉപ്പയും ഒരു കുട്ടിയെ എങ്ങനെ ദീന് പഠിപ്പിക്കുന്നു എന്നുള്ളതിൽ നമുക്കിപ്പോ എന്താ മനസ്സിലാവുന്നത്? പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ, പക്ഷെ കുട്ടി ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ ഈ ആശങ്ക പരിഹരിക്കാൻ പറ്റും? അതാ പറയുന്നത്, പുതിയ തലമുറക്ക് കൊടുക്കുന്നതിൽ ഇച്ചിരി ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. അതുകൊണ്ടാ നല്ലത് കൊടുക്കുന്നതും നോക്കി കൊടുക്കണം, സൂക്ഷിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, മോളെ ഈ പറയുന്നത് എനിക്ക് വലിയ പാഠമാണ്. സത്യത്തില് അന്നെ കുറ്റപ്പെടുത്തില്ല, ഞാൻ എന്നെ ഈ വിഷയത്തിൽ ചേർത്ത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ചിന്തയിൽ വലിയ മാറ്റം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഞാൻ നിന്റെ വാപ്പാൻ്റെ അടുത്ത് സംസാരിക്കാൻ, ദയവ് ചെയ്തിട്ട് കുലുമാലുണ്ടാക്കരുത് എന്ന് പറഞ്ഞ അടുത്ത് വാപ്പാൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, അല്ല മോളെ, നിന്നെ കുറ്റപ്പെടുത്താനല്ല, പക്ഷെ വാപ്പ നിന്നെ നോക്കുന്നതില് ഒരുപാട് മേന്മകൾ കാണുന്നുണ്ട്, എനിക്കറിയാം അത്. പക്ഷേ ഇപ്പൊ നീ പറയുന്നത് ഉമ്മന്റെ കൂടെ യാത്ര ചെയ്യാൻ, ഉപ്പന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. വണ്ടിയിലിരുത്തി ദിക്റലിപ്പിക്കും, ഹദ്ദാദ് അലിപ്പിക്കും, വേറെ സംസാരങ്ങളില്ല, എപ്പോഴും ദിക്റുകൾ മാത്രമായിട്ട് പോവാണ്, അതുകൊണ്ട് പോണില്ല എന്ന്. അതൊരു മോശമല്ലല്ലോ, നല്ലതന്നെയല്ലേ? അപ്പൊ പിന്നെ എവിടെയാ പ്രശ്നം സംഭവിച്ചെന്ന് തിരിച്ചറിയണ്ടേ? കാരണം തലമുറയെ സമീപിക്കുന്നവരല്ലേ ഞങ്ങള്, അതുകൊണ്ട് അതൊന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞേ, ദയവേദിട്ട് സ്വസ്ഥത കളയരുത് എന്ന് പറഞ്ഞു. സ്വസ്ഥത കളയരുതെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ ടോണ് മാറ്റിയിട്ടും പ്ലേറ്റ് മാറ്റിയിട്ടും ഒക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ വാപ്പാനോട് സംസാരിക്കുന്നു പറഞ്ഞു. വാപ്പാനോട് സംസാരിക്കാൻ ചെന്നു, ആ വീട്ടിൽ ചെന്ന് ഉമ്മണ്ട് ഉപ്പുണ്ട്, ആ മോളെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവള് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. മകരത്തിന് ശേഷമുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു, അവളെ വിളിക്കണ്ട, എനിക്ക് അവരോടല്ല സംസാരിക്കും, നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊരു ഒന്ന് ചേരുന്നു. ആ വാപ്പണ്ട് ഉമ്മയുടെ വാതിൽക്കൽ നിന്നു. ഞാൻ വളരെ വിനയത്തോടെ ചോദിച്ചു, ആ കുട്ടിയെ കുറിച്ച് ഒരുപാട് മേന്മകള് നന്മകളൊക്കെ പറഞ്ഞു കൊടുത്തു. പാപ്പാന്റെ കണ്ണ് നിറഞ്ഞു. കാരണം മോളെ കുറിച്ച് അവൾ എല്ലാ ദിവസവും 100 ദിക്ർ ചൊല്ലുന്നു, അവൾ എല്ലാ ദിവസവും ഹദ്ദാദ് ഓതുന്നു, 5 വക്ത് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതാത്ത ഒരു ദിവസവുമില്ല. എന്നിട്ടും അവൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം തോന്നി. അതെന്തായിരിക്കും കാരണമെന്ന് അറിയാൻ നമ്മൾ തമ്മിൽ അത് ഒന്ന് പഠിക്കണ്ടേ എന്നതാണ് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല വാഫി, പിന്നെ അപ്പൊ ദിക്ർ ലഭിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടി ഇങ്ങനെ വിഷമം പറയണ്ടേ, എന്തായിരിക്കും കാര്യം? അപ്പൊ അയാള് കണ്ണിങ്ങനെ നിറഞ്ഞു. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല, നമുക്ക് ഓളെ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓളെ വിളിക്കണ്ട, ഞാൻ അവളായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് അവളോട് സംസാരിക്കും വേണ്ട, പക്ഷെ നമ്മളിത് പറയൽ ആവശ്യമാണ്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ രീതികളെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, നമ്മൾ ഇവിടുന്ന് ഞങ്ങളൊരു ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയതാണ് ഇപ്പം അടുത്ത്. ആ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് സമയമില്ലേ, അപ്പൊ നമ്മൾ എന്തിനാ അങ്ങനെ വെറുതെ ഇരിക്കണത്? അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ദിക്ർ ചൊല്ലിക്കോളിയും, വെറുതെ സമയം കളയണ്ടാന്ന്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഖുർആൻ ഓതും, ചിലപ്പോൾ ദുആ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത് അതൊന്നും തെറ്റല്ലല്ലോ, നല്ലതാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷെ മകൾ എന്താ വരാതിരിക്കണത് പിന്നെ എന്ന് ചോദിച്ചു. അതറിയില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിക്കുകയും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ റിസർച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, നല്ലതാണെങ്കിലും നോക്കി കൊടുക്കണം, അതിന് കൊടുക്കേണ്ട ഇടങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, ആ സമയത്താണ് എന്നതാണ് ഒന്ന്. രണ്ടാമത്തത് ഞാൻ ചോദിച്ച അയാളുടെ രണ്ടാമത്തത് എനിക്ക് കിട്ടിയ ഒരു വലിയ പാഠം, അത് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ, കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നതും കുട്ടിയോട് സമയം ചെലവഴിക്കുന്നതും കുട്ടിയുടെ കൂടെ കളിക്കുന്നതും ഇതൊക്കെ ഇബാദത്തല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നതും ഇബാദത്താവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ സംശയം? സ്വന്തം മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, സ്വറ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തമാശകൾ പറയുന്നത് ഒക്കെ ശ്രേഷ്ഠമായ കാര്യമല്ലേ? പടച്ചോൻ കൂലി തരുന്ന കാര്യമല്ലേ? അതിന് നീയത്തോടു കൂടി ചെയ്യുമ്പോൾ എത്ര കൂലിയാണ് നിങ്ങൾക്ക് ഊട്ടി വരെ കിട്ടാൻ പോകുന്നത്. കുട്ടികളുടെ കളി നടക്കും, കുട്ടികളുടെ മാനസികമായ ഉല്ലാസങ്ങൾ നടക്കും, അവർക്ക് വലിയ ആനന്ദങ്ങൾ ഉണ്ടാകും, അവർക്ക് റിലാക്സ് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ള അവസരം കിട്ടും. ഇതൊക്കെ അതിന്റെ അഡീഷണൽ അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂടെ? അപ്പൊ ശ്വാസം അങ്ങനെ വലിച്ചിട്ട് പറയാണ്, അതെ അതൊക്കെ ചെയ്യാം, എന്നാലും ഇതല്ലേ ശ്രേഷ്ഠത എന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അന്ന് അവിടെ വെച്ച് അയാൾ ക്ലിയർ ചെയ്യാണ്. ആ മോളോട് ഞാൻ സ്കൂളിൽ അടുത്ത ദിവസം വന്നപ്പോൾ പറഞ്ഞു, ഒരു ഗ്യാരണ്ടിയാണ്, അടുത്തൊരു യാത്ര നിനക്ക് സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും പോകാൻ നിന്റെ വാപ്പ ഏറ്റിട്ടുണ്ട്, അടുത്ത യാത്ര പോകണം. 10ാം ക്ലാസ്സിൽ ടൂറിന് ആ കുട്ടി വന്നില്ല, പക്ഷേ ആ സമയത്ത് ആ കുട്ടിയുടെ വാപ്പ ഉമ്മ അതേപോലെ മറ്റൊരു യാത്ര നടത്തി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞത്, സാർ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല,
കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. യാത്രയില് മുഷിപ്പിക്കുന്ന രീതിയിൽ തന്നിട്ടില്ല. എല്ലാം കൊടുക്കണം, എല്ലാം കൊടുക്കണം. പക്ഷെ കൊടുക്കുന്ന രീതികളുണ്ട്. ഏതൊരു തലമുറയാണ്, അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏതൊരു ജനറേഷൻ, ജെൻ സി എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അവര് സി എന്ന ശബ്ദത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇസഡ് ആണത്, പക്ഷെ സി എന്ന ശബ്ദത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അവരുടെ വേഗതയെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ മാനസികാവസ്ഥയെ കൃത്യമായിട്ട് നമ്മൾ കണ്ടറിയുന്നുള്ളതാ. അപ്ഡേറ്റ് ചെയ്യാതെ ഒരു മാർഗമില്ല, അപ്ഡേറ്റ് ചെയ്യാതെ ഒരു മാർഗമില്ല. പുതിയ തലമുറയുടെ ഭാഷകളെ അറിയണം, അവരുടെ ശരീരത്തിന്റെ ഭാഷകളെ അറിയണം. അവരുടെ ഓരോ ചലനങ്ങളെയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇനി നമ്മുടെ മക്കളെ നോക്കിക്കൊണ്ട് നടക്കുന്നതിൽ നമ്മൾ വലിയ പരാജയമാകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ തലമുറക്കനുസരിച്ച് പഠിപ്പിക്കണം അവരെ. നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചാ, അവരെ പഠിപ്പിക്കേണ്ടത് അവരുടെ കാലഘട്ടത്തിനനുസരിച്ചാ. അത് ചെയ്യാതെ പോകുമ്പോ കുടുംബത്തിൽ ഛിദ്രതകൾ വരുന്നു. കാരണം ഏറ്റവും വലിയ അസ്വസ്ഥകള് ഭാര്യയും ഭർത്താവും മാത്രമൊന്നുമല്ല, ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തെക്കാൾ അധികം ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കുന്നത് മക്കളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ തെറ്റിക്കുന്നു എന്നുള്ളതാണ്. മക്കൾ ഡിസോർഡർ ആയി പോകുമ്പോ അവിടെ അഭിപ്രായങ്ങൾ പറയുമ്പോ അവിടെ കുട്ടികളുടെ കൂടെ ഒരാൾ നിൽക്കുന്നു, അടുത്ത നാള് നിൽക്കാതിരിക്കുന്നു. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തില് 20 കൊല്ലത്തിന് ശേഷം കുഞ്ഞ് ജനിച്ച ഒരു ദമ്പതിമാര്, അവർ ആ കുട്ടി പഠിച്ചു, 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, വിദേശത്ത് പോയിട്ട് ഒരു MBA കഴിഞ്ഞു. ആ കുട്ടിയുടെ കാര്യത്തില് ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, ആ കുട്ടീനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. 20 കൊല്ലത്തിന് ശേഷം ജനിച്ച കുട്ടിയാ, ഇനി കുട്ടി ജനിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അങ്ങനെ തന്നെയാണത്. ഇപ്പൊ രണ്ടുപേരും വാർദ്ധക്യ അവസ്ഥയിലുള്ളത്. ആ മോനെ കല്യാണം കഴിപ്പിച്ചു. ഇതോടുകൂടി ആ കുടുംബത്തിൽ ഛിദ്രത തുടങ്ങിയിരിക്കാം. ആരെപ്പ പ്രശ്നം അറിയോ? ആ വാപ്പയും തമ്മിലാ പ്രശ്നം. കാരണം വാപ്പ മോന്റെ കൂടെ നിൽക്കുന്നു, ഉമ്മാക്ക് മോന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഉമ്മ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ പഠിച്ചു വന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ, ആ പഠിപ്പിച്ച കാര്യമില്ല ഞങ്ങൾ പഠിപ്പിക്കണമല്ലോ, എന്താ ഓർക്ക് കേട്ടാലെന്നാ ബാപ്പ ചോദിക്കണം. എന്താണെന്നറിയോ? ബാപ്പ ഒരു ഹാജിയാണ്, പക്ഷെ ഇച്ചിരി അഡ്വാൻസ് ആണ്. ബാപ്പ ചോദിക്കുന്നത്, ആ കുട്ടികൾ നമ്മൾ പഠിച്ച കാലത്ത് പഠിച്ച അതേപോലെ തന്നെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം എന്നാ. അയാൾ ഹദീസ് ഓതിയിട്ടൊന്നുമല്ല, ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ പഠിച്ചിട്ടൊന്നുമല്ല, കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അയാൾ മറുപടി പറഞ്ഞത്. പുതിയ തലമുറയുടെ കൂടെ നിന്നിട്ട് പരിഹാരത്തെ കുറിച്ചല്ലേ ആലോചിക്കേണ്ടത് എന്നാ. കല്യാണം കഴിച്ച പെൺകുട്ടിയും ആ ചെറുക്കനും അവരുടെ മകനും വാപ്പാന്റെ കൂടെ, ഉമ്മ ഒറ്റക്ക്. ഉമ്മ ദിവസം വിളിച്ചിട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ചെറുക്കനും പറയും, ഉമ്മനെ കൊണ്ട് തോറ്റുപോയി. ഞാൻ അവനോട് പറഞ്ഞു, ഉമ്മ മാറുന്നു. അവരോട് പറയുന്നത് വേറെ സമീപനാണല്ലോ. ഉമ്മ മാറുമെന്ന് കരുതിയിട്ട് ഇജ് കാത്തിരിക്കണ്ട, ഈ ഒറ്റ കാര്യമുണ്ട്, അനക്ക് മാറാൻ പറ്റുമെങ്കിൽ മാറിക്കോ, ഉമ്മാനെ മാറ്റാൻ ശ്രമിക്കണ്ടെന്ന് അവനോട് അവൻ പറഞ്ഞു. ഉമ്മാനെ മാറ്റാൻ ശ്രമിക്കേണ്ടതെന്ന്. പുതിയ തലമുറയിലെ മക്കളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഉമ്മമാര് മാറാൻ വേണ്ടിയിട്ട്, ഉപ്പമാര് മാറാൻ വേണ്ടിയിട്ട് മക്കള് കാത്തു നിൽക്കുന്നത് മൗഢ്യമാണ്. മക്കള് ഉമ്മാർക്കും ഉപ്പാർക്കും വേണ്ടി ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേസമയം മക്കളെ മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മമാരും പാപ്പമാരും അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചത് നന്നാകും. കുട്ടികള് ദുസ്വഭാവങ്ങളുണ്ട്, മൊബൈൽ ഉപയോഗിക്കുന്നു, നേരത്തിന് വീട്ടിലെത്തുന്നില്ല, അവരൊരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു. ക്വൈറ്റ് നാച്ചുറൽ, അതൊരു ക്വൈറ്റ് നാച്ചുറൽ ഫിനോമിനല്ലേ. അതിനെന്തെങ്കിലും ആശങ്കപ്പെടുന്നത്? അതുകൊണ്ടൊരു അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുട്ടികളോട് പെരുമാറിയ പോലല്ല യങ്സ്റ്റേഴ്സിനോട് പെരുമാറിയ പോലല്ല വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളോട് പെരുമാറിയത്. എന്ന് പറഞ്ഞാല് വൃദ്ധരായ ആൾക്കാരുടെ കൂടെ കളിക്കാനല്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ കളിയുടെ ആവശ്യക്കാരാണ്, കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് പറയുന്നത്. കുട്ടികളുടെ കൂടെ കളിക്കണമെന്ന്. അദ്ദിബനക്കസബൻ എന്ന് പറഞ്ഞുകൊടുത്ത് കുട്ടിയെ അതബ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് 14 വയസ്സ് വരെയുള്ള സമയം തന്നിട്ട് 8 മുതൽ 14 വയസ്സ് വരെയുള്ള സമയം, ആ സമയം തന്നെയാണ് സൈക്കോളജികളും പറയുന്നത്, സൈക്കോളജി പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് അവരെ അതബ് പഠിപ്പിക്കണമെന്നാണ്. 3ാമത്തെ ഘട്ടത്തിൽ പറയുന്നത് സാഹിബ് ബനക്കസബൻ എന്നല്ലേ. 3ാമത്തെ ഘട്ടത്തിൽ പറഞ്ഞത് അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ട് മാറണം. കാരണം ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമുള്ള സമയത്താണ് അവരുള്ളത്. ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമുള്ള സമയത്താണ് അവരുള്ളത്. ഇനി ആ ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമുള്ള സമയം about 21 years old. അതിനുശേഷം അവർക്ക് സ്വഹബത്ത് ഇച്ചിരി കൂടെ അപ്പുറത്ത് നിന്ന് കിട്ടുന്നത് ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരുന്ന. അപ്പോഴാണ് ഉപ്പയും കല്യാണം കഴിപ്പിച്ചത് ഇടങ്ങറായി പോയി എന്ന് ചിന്തിക്കുന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായ ട്വിസ്റ്റിംഗ് ആണ്. ആ ട്വിസ്റ്റിംഗില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ക്വൈറ്റ് നാച്ചുറൽ ഫിനോമിനാണ്. അതിലപ്പുറത്ത് ഒന്നുമില്ല. അതിന് ആശങ്കപ്പെട്ട് ബേജാറായിട്ട് നിൽക്കേണ്ടതില്ല എന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
ഈ കാലഘട്ടം നശിക്കുമ്പോൾ ഇവിടൊക്കെ പിന്നെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ആശ്വാസത്തിന്റെ ഒരു വർത്തമാനം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആശ്വാസത്തിന്റെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തലമുറ അങ്ങനെ മോശപ്പെട്ട തലമുറ ഒന്നുമല്ല. ഈ കാലഘട്ടത്തിലെ തലമുറ ഒരു പക്ഷേ പഴയ കാലഘട്ടത്തിലെ തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മോശമായി എന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാഹു റസൂൽ പറഞ്ഞതുപോലുള്ള ഒരു ശോഷണം, മൂല്യ ശോഷണം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഈ ശോഷണം സംഭവിക്കുന്ന കാലത്തും ഈ ഇരിക്കുന്ന നമുക്കുള്ള ആശ്വാസം എന്താ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്. കാലഘട്ടം നശിച്ചോട്ടെ, ലാ തസബ്ബു ദഹറ ഇന്നമാ അന ദഹറ എന്ന് ഖുദ്സിയ ഹദീസ് വഴി അല്ലാഹു നമ്മെ പഠിപ്പിക്കുക. കാലഘട്ടം കുറ്റം പറയണ്ട, കാലഘട്ടം എന്ന് പറഞ്ഞത് ഞാനാണ് എന്നിട്ട് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ആശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കുള്ള ഒരു ആശ്വാസം അല്ലത്, അല്ലേ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്. ഒരു ഷഹീദിന്റെ കൂലി എന്ന് പറയുന്നത് ഹംസ റളിയല്ലാഹുവിന്റെ കൂലി ആലോചിച്ചാൽ മതി. എത്ര യാതന അനുഭവിച്ച ഹംസ റളിയല്ലാഹുവിന് ഒരു കൂലിന്റെ ഷഹീദേ കൂലിയേ ഉള്ളൂ. പക്ഷേ ഇക്കാലത്ത് ഇതൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പലതും കണ്ട് കൃത്യമായും വളരെ സമർത്ഥമായി മാത്രം അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ച് പലപ്പോഴും പരാജയപ്പെട്ട് എന്നാലും ക്ഷമിച്ച് പുതിയ ഒരു തലമുറക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന നമുക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത, 100 ഷഹീദിന്റെ കൂലി തരാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയിലൂടെ മാത്രം പോയ മതി, ബേജാറാകണ്ട എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്തില് സന്തോഷം കിട്ടാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആനന്ദം കിട്ടാനാണ്, ആഹ്ലാദം കിട്ടാനാണ്. പുതിയ തലമുറ എവിടെങ്കിലും ഒരു പാട്ട് കേട്ടാൽ മതി, അപ്പൊ അവര് തുള്ളിച്ചാടുക. മഫ്ത ധരിച്ചവർ, ഫുൾ സ്ലീവ് ധരിച്ചവർ, പർദ്ദ ധരിച്ചവർ പാട്ട് കേൾക്കാൻ കാത്തുക, തുള്ളിച്ചാടാൻ, ആനന്ദം കൊള്ളാൻ വേണ്ടി. അതാണ് കാലം. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോണില്ല, കാരണം വിഷയം അതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ അവനവന്റെ മക്കൾ പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ബേജാറ് ഉണ്ടാകുന്നത്. കുടുംബത്തിലെ ആളുകൾ പോകുമ്പോഴാണ്. ഏത് വീട്ടിലാണ് കല്യാണത്തിന് പാട്ടുപാടാത്തത്? എൻ്റെ അനുജന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം ആവണേ ഉള്ളൂ. നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിവൈഡർ വെച്ചു ഹാളില്. സ്റ്റേജില് പുതിയാപ്പിളയും ആണുങ്ങളും മാത്രം കയറിയാൽ മതി എന്ന് വെച്ചു. അപ്പുറത്തെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട്, താഴെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് പെണ്ണുങ്ങളും മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്ന് വെച്ച് വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഒന്നും സംഭവിച്ചില്ല. എത്ര നന്നായിട്ട് കല്യാണം നടന്നു അറിയാം. ഒരു ഹലലില്ലാണ്ട് കല്യാണം നടന്നു. അനുജന്റെ ഖലീൽ വാഫിയാണ്, അവനിപ്പോ ലണ്ടനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ പറഞ്ഞു അതിലപ്പുറത്ത് ഒരു വിട്ടുവീഴ്ചക്കില്ല. ഒന്നും സംഭവിക്കാനില്ല. അവന്റെ നിക്കാഹ് ചെയ്ത ഇടത്തില് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തില് ആ നിക്കാഹ് നടക്കുമ്പോഴും സദസ്സിൽ സ്ത്രീകൾ ബാക്കിലുണ്ട്. ഒരു തരത്തിലുള്ള ഒച്ചപ്പാടും ബഹളവും ഇല്ല. മാത്രമല്ല കാണാനുള്ള ഒരു വകുപ്പും ഇല്ല. വളരെ ഭംഗിയായിട്ട് നടന്നു. അതുകൊണ്ട് ഒരു പോരായ്മ ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ കല്യാണത്തിന് ഒരു പോരായ്മ ഉണ്ടായില്ല. ഒരുപാട് ആളുകൾ പങ്കെടുത്തു. എല്ലാവരും പരമാവധി ഭക്ഷണമൊക്കെ കഴിച്ചു, സന്തോഷമൊക്കെ പറഞ്ഞ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് പോയി. ആണും പെണ്ണും തമ്മിൽ ഹല ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് പറയാൻ ഇന്നത്തെ തലമുറയിലെ കാരണവന്മാർക്ക് പറ്റണില്ല. കാരണം കുട്ടികളുടെ മനസ്സതല്ല. അപ്പൊ കാരണന്മാർക്ക് പറ്റണില്ല. ഞാനൊരു കല്യാണത്തിന് കയറി ചെന്നപ്പോ എന്നോട് പറഞ്ഞു, അവിടുത്തെ വാപ്പ പറഞ്ഞു, മോള് കണ്ടിട്ട് പോയാൽ മതി. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ, കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് വന്നാൽ പ്രത്യേകം പറയണം. എവിടെയെന്ന് ചോദിച്ചു. അവിടെ ഒന്ന് കയറാന്ന് പറഞ്ഞു. കയറി ചെന്നപ്പോ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, കുറെ ആൺകുട്ടികൾ പിന്നാലെ നിൽക്കുന്നുണ്ട്, ഭയങ്കര ഫോട്ടോ സെഷൻ നടക്കുകയാണ്. ഞാൻ അവിടെ നിൽക്കുന്നുണ്ടപ്പോ അവൾ ആ ഫോട്ടോ അവിടെ നിർത്തി വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടാണ്ട് ഓടി വന്നിട്ട് കൈ അവളിങ്ങനെ പിടിച്ചെന്നിട്ട് അവളിങ്ങനെ തല താത്തിന്നിട്ട് പറയാണ്, ഞാൻ എന്താ കാട്ടാ, എത്ര പോരം വാപ്പാനോട്, നിങ്ങളൊന്ന് വാപ്പാനോട് പറയും. ഞാൻ എന്തിന്? അപ്പൊ എന്നോട് പറയാം, അങ്ങനെ സ്റ്റേജിൽ കെട്ടിയിട്ട് ആണുങ്ങളെ കൂട്ടത്തിൽ ഫോട്ടോ എടുപ്പിക്കല്ലെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു വാപ്പാനോട്. വാപ്പ കേൾക്കണില്ല. വാപ്പ അവിടെ ഇങ്ങനെ നിൽക്കുക. വാപ്പ നിന്നിങ്ങനെ വിറക്കുക. വാപ്പ പറയാണ്, കരഞ്ഞോണ്ടാ വാപ്പ പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യാ ഉസ്താദേ, അവളുടെ അമ്മമാര് സമ്മതിക്കണില്ല. അമ്മമാര് സമ്മതിക്കണില്ല. മനസ്സിലായോ? അമ്മമാരെ സമ്മതിക്കണില്ലെങ്കിലേ വാപ്പാക്ക് നട്ടലെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം. അതിനാണ് ക്ഷമ എന്നൊക്കെ പറയുന്നത്. അതിന് അസ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല. വളരെ ഭംഗിയായിട്ട് ആ കല്യാണം നടത്തി കൊണ്ടുപോകാൻ അങ്ങനെ ഒരു വാപ്പാക്ക് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അതും അതിനപ്പുറം നടക്കും. പക്ഷേ നട്ടല് കാണിക്കാത്ത ഒരു സാഹചര്യം, അതാണ് മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി എന്ന് പറഞ്ഞു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല.
ഇത് പറ്റാത്തത് സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, വലിയ വലിയ കമ്മിറ്റിയുടെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളും ഇതേ പണി വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിയന്ത്രണവും ഇല്ലാതെ കല്യാണങ്ങളും വീട്ടിലെ സാഹചര്യങ്ങളും പരിപാടികളും ഒക്കെ മിക്സഡ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും ഒരു പരാതിയുമില്ല. ഇപ്പൊ അങ്ങനെ കമ്മിറ്റിക്കാർ പരാതി പറയാൻ വരണില്ല. കാരണം കമ്മിറ്റിക്കാരെങ്ങനെ പറയാ, അത് ഒരാൾക്കും പറയാൻ കഴിയില്ല. കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത് ഒരു മഹലിൽ അറിയിക്കുമ്പോ അവർ ചോദിക്കും കമ്മിറ്റി പെട്ട ഇന്നാളോ, എന്നാ അവിടെ പോയിരിക്കും. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ കഴിയാത്തിടത്തോളം നമുക്കിതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ആ സുന്നത്തിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മോക്ഷം നേടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഈ മക്കളെ ഇത് കൊടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മമായി മാത്രം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ മക്കൾ മാറാൻ എന്തിനാണ് രക്ഷിതാക്കളോട് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം വന്നിരുന്നു. അത് പുതിയ തലമുറയുടെ പോക്കിനെ കുറിച്ച് രക്ഷിതാക്കളോട് പറഞ്ഞപ്പോൾ രക്ഷിതാവ് ചോദിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന. ഞാൻ പറഞ്ഞു മക്കൾക്ക് പറയാം, മക്കളോട് പറയാം. അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. വീട്ടിലൊക്കെ വാട്ടർ ടാപ്പ് ഇല്ലേ അല്ലേ? അടുക്കളയില് വാട്ടർ ടാപ്പ് തുറക്കുമ്പോ ഒരു ദിവസം ചെളി വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെളി വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അതിന് പരിഹാരം കാണണം. കാരണം കഞ്ഞിയൊക്കെ ഉണ്ട്, ചോറൊക്കെ ഉണ്ട്. അപ്പൊ പരിഹാരം കാണാൻ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചവരോട്, ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കണം. ചോദിച്ചത് മകനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വിളിച്ചിട്ട് നല്ലൊരു ടാപ്പ് വാങ്ങിച്ചുകൊണ്ടിരാൻ പറയും. എന്നിട്ട് ടാപ്പ് മാറ്റൂലേ എന്ന്. എല്ലാവരും തലയാട്ടി. കാരണം ഒഴുക്കിലുള്ള പോണത്. മാറി ചിന്തിക്കാനോ വ്യത്യസ്തമായിട്ട് ആലോചിക്കാനോ തയ്യാറല്ല. അല്ലേന്ന് ചോദിച്ചപ്പോ ആന്നാ പറയണത്. ഈ സദസ് അങ്ങനെ പറയില്ലെന്നാ എന്റെ വിശ്വാസം. വീട്ടില് ടാപ്പിലൂടെ ചെളിവെള്ളം വരുന്നതിന്റെ പരിഹാരം ടാപ്പ് മാറ്റലാണെന്ന് കോമൺ സെൻസിൽ ആരെങ്കിലും പറയൂ? ഞാനത് അങ്ങോട്ട് പറയാൻ എന്തിനറിയോ? ആ ഒഴുക്കിൽ വരുമോ നോക്കാനാ. അതേപോലെ തന്നെ വരുന്നത്. എല്ലാവരും തലാട്ടി. ഏന്ന് ചോദിച്ചപ്പോഴാണ് അല്ല എന്ന്. പിന്നെന്താ ചെയ്യാൻ? ടാങ്ക് ക്ലീൻ ചെയ്യും. അത് സദസ് തന്നെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ രക്ഷാക്കൾ തന്നെയാണ് പറയേണ്ടത്. ടാങ്ക് ക്ലീൻ ചെയ്യുമെന്ന് കോമൺ സെൻസ് ഉള്ളവർ പറയും. ഞാൻ ചോദിച്ചു ആദ്യം പിന്നെ എന്തിനാ തലയാട്ടിയത്? അപ്പൊ പറഞ്ഞു അതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊരു ഊക്കിൽ അങ്ങനെ പോവല്ലായിരുന്നു. വയല് കേട്ടിരിക്കല്ലേ, ആ ഊക്കിൽ അങ്ങനെ പോവായിരുന്നു. ഞാൻ പറഞ്ഞത് ഒഴുക്കിനൊത്ത് നീന്തുന്നതിനപ്പുറത്ത് ആ എതിരായിട്ട് നീന്താനും എതിരായിട്ട് ആലോചിക്കാനും തയ്യാറാവുമ്പോഴേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുള്ളൂ. ടാങ്ക് ക്ലീൻ ചെയ്താൽ വരുന്ന വെള്ളം ശുദ്ധമായ വെള്ളം. നമ്മുടെ കുട്ടിയെ മാറ്റാൻ ശ്രമിക്കുന്നതും അതേപോലെയാണ്. കുട്ടിയെ മാറ്റാൻ ശ്രമിക്കുന്നത് ടാപ്പ് മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണ് അല്ലെ? കുട്ടിയെ മാറ്റാൻ കുട്ടിയുടെ ചെവിക്ക് പിടിക്കുന്നു, ശകാരിക്കുന്നു, അടിക്കുന്നു, പ്രഹരിക്കുന്നു. പരിഹാരം ഉണ്ടാകുന്നില്ല. എങ്ങനെ പരിഹാരം ഉണ്ടാവുക? കുട്ടി മൊബൈൽ അധികമായിട്ട് ഉപയോഗിക്കുന്നു, എന്നിട്ട് ചീത്ത പറയുന്നു. എങ്ങനെ പരിഹാരം ഉണ്ടാവുക? എവിടെ പരിഹാരം ഉണ്ടാകേണ്ടത്? ടാങ്ക് ക്ലീൻ ചെയ്യണം. കുട്ടിയുടെ ടാങ്ക് ഏതെന്ന് ഉമ്മയും പാപ്പി ആലോചിച്ചാൽ മതി. കുട്ടിയുടെ ടാങ്ക് ഏത്? കുട്ടിയുടെ ടാങ്കാണ്. നമ്മളിൽ ക്ലീൻലിനെസ് ഇല്ലെങ്കിൽ കുട്ടിയിൽ ക്ലീൻലിനെസ് എക്സ്പെക്ട് ചെയ്യുന്നത് മൗഢ്യമാണ് എന്നാ പറയുന്നത്. തീരെ അത് യോജിക്കാൻ കഴിയില്ല. കോമൺ സെൻസിന് അത് ഒക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളാണ് മാറേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ മാറേണ്ടത് എപ്പോഴാ? ഏത് സമയത്ത് കുട്ടിയെ മാറ്റണം? ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു, മക്കൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു. എപ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ സുദൃഢമായിട്ട് പോകുന്നത് എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മക്കൾ മാറണമല്ലോ, നമുക്ക് കുടുംബം മാറണമല്ലോ, നല്ല സന്തോഷം ഉണ്ടാകണല്ലോ, ആനന്ദം കിട്ടണമല്ലോ. ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ മറ്റൊരു ഭാഗം. അതെന്റെ ആമുഖം പറയുന്ന സമയത്ത് വഹാബിസ്റ്റ് സൂചിപ്പിച്ചു. ശരിക്കും ആലോചിക്കേണ്ടത് ആനന്ദം കിട്ടാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അത് ഇപ്പത്തെ മാത്രമല്ല, പഴയ കാലത്തും അങ്ങനെയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമുണ്ട്. 100 കൊല്ലത്തേക്കുള്ള പഠനമാണ്. 80 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. 300 ചില്ലാനം ആളുകളെ, അതിന്റെ കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 724 ആളുകളെ കൃത്യമായ പഠനം നടത്തി. 724 ആളെ 80 കൊല്ലം കൊണ്ട്. ഇപ്പൊ അവരെത്തിയില്ല. സെമി കൺക്ലൂഷൻ എന്താണെന്നറിയോ? ഗുഡ് റിലേഷൻഷിപ്സ് കീപ് us happier and healthier. ഹാപ്പിയർ ആയിട്ട്, ഹെൽത്തിയർ ആയിട്ട്, ആരോഗ്യകരമായിട്ടും സന്തോഷകരമായിട്ടും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യലാണ്, ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകലാണ് സന്തോഷം ഉണ്ടാകാൻ ഏറ്റവും വേണ്ടത്. ഞാൻ പറഞ്ഞതല്ല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമാണ്. നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുക, നല്ല ബന്ധങ്ങളെ വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്യുക, പൊട്ടാതെ തട്ടാതെ മുറിയാതെ. കുടുംബ ബന്ധത്തിലെ ചട്ടിയും കലവും തട്ടിയും മുട്ടി എന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. സ്ത്രീയല്ലേ ഒരു പുരുഷന്റെ കൂടെ കുടുംബത്തില് അല്ലെ കൂട്ടായിട്ട് ജീവിക്കുന്നത്? സ്ത്രീയുടെ ഒരു ടേസ്റ്റിനെ കുറിച്ച് വേണ്ട 2 ആണുകൾ ഒന്നിച്ചൊരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടമായിട്ട് ഒരു പ്രസ്ഥാനിക രംഗത്തോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടി നോക്കും. 2 ആളുടെ 4 അഭിപ്രായം ഉണ്ടാവില്ലേ?
പിന്നെയാണോ കുടുംബത്തിന്റെ അവസ്ഥ? എല്ലായിടത്തും മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകും. എങ്ങനെയാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, അവരെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതല്ലേ നിക്കാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നക്കഹ എന്ന വാക്കുകൊണ്ട് ഏത് വൈരുദ്ധ്യമുള്ള ആളുകളാണെങ്കിൽ പോലും അവരിങ്ങനെ ഒന്നാവാണ്, പിരിഞ്ഞ് ഒന്നാവുക ചെയ്യണത്. ഏത് ചിന്തകളെയും ഒന്നാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നാക്കി മാറ്റി കൊണ്ടുപോകാൻ ഒരു ഭാര്യക്കും ഭർത്താവിനും കഴിയില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ തകർച്ച ആരംഭിച്ചു എന്നർത്ഥം. ഇതിന്റെ ഒരു ഫിലോസഫി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് 100 കൊല്ലമായിട്ട് പഠനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് പച്ചക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹബീബ ഹബീബക ഹൗനമ അസയകൂന ബഗീലക യൗമമ അബഗൽ ബഗീലക യൗമമ അസയകൂന ഹബീബക യൗമമ. എത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാട് ആലോചിച്ചോക്ക് നിങ്ങൾ. എന്തൊരു ഫിലോസഫിയാണത്. എത്ര തലമുറക്ക് കൈമാറാൻ പറ്റുന്ന ഫിലോസഫി. ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ സ്വീകരിക്കപ്പെടാവുന്ന അത്ര മനോഹരമായ ഒരു കൺസെപ്റ്റ് ആലോചിച്ചോക്ക്. നീ നിന്റെ കൂട്ടുകാരെ ഇഷ്ടപ്പെടുക, ഒരു കാലത്ത് നിന്റെ ശത്രുവായി മാറിയേക്കാം സാധ്യതയുണ്ട് എന്ന ധാരണയില്ലേ. നീ നിന്റെ ശത്രുവിനോട് ദേഷ്യപ്പെടുക, ഒരു കാലത്ത് നിന്റെ മിത്രമായി മാറിയേക്കാം എന്ന ധാരണയോടെ. എത്ര മനോഹരമാണെന്ന് ആലോചിച്ചോക്ക്. ലവ് ദ ഹോൾ വേൾഡ് ലവ് വിത്ത് യു ആൻഡ് യു വീപ് അലോൺ എന്ന് പറയുന്ന എല്ലാ വീലർ വിൽകോക്സിന്റെ ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്. അമേരിക്കക്കാരിയാ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ അത് പഠനം നടത്തിയോണ്ടാണ് ഞാൻ പറയുന്നത് അവരത് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നിന്ന് എടുത്തതാണ്. അത് നിങ്ങളുടെ കുട്ടികൾ ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഈ 5-8 കൊല്ലം കുട്ടികൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് പറയുന്നത് ആ പാഠം കൊണ്ടുവെക്കാൻ അള്ളാഹു അപാരമായ അനുഗ്രഹം തന്നത്, അവസരം തന്നത് എനിക്കായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനെ പഠിച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൃത്യമായ ഈ ഫിലോസഫിയെ പുതിയ തലമുറക്ക് കൊടുക്കാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠനത്തിന്റെ ഭാഗത്ത് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിന്റെ കവിത കിട്ടി. കാരണം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിന്റെ പാഠപുസ്തക നിർമ്മാണം അതിന്റെ ഒരു അവസരം SCRT നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അന്ന് 8ലേക്ക് വേണ്ടി വെക്കാൻ അന്വേഷിക്കുമ്പോഴാണ് ഈ ഒരു വലിയ ആശയത്തെ കിട്ടുന്നത്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തെ എങ്ങനെ കൊണ്ടുവെക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് എല്ലാ വീരൽ ബ്രിക്കോക്സിന്റെ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കവിത കിട്ടുന്നത്. ആ കവിതയെ സിനിമാ പാട്ടിന്റെ പേര് പറഞ്ഞ, അതായത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. അതേ ഈ പുരോഗമന കലാ സാഹിത്യ അക്കാദമിയും അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഉള്ളിടത്ത് പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോൾ അത് ഇറക്കണില്ല, ആശയം സ്വീകരിക്കപ്പെട്ടു. നമ്മുടെ കൃത്യമായ ആശയം എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസായിരുന്നു. ആ ഒരു പാഠം പുതിയ തലമുറയ്ക്ക് എങ്ങനെ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പ്ലേറ്റ് മാറ്റിയിട്ട് കുപ്പി മാറ്റിയിട്ട് ആശയം കൊടുക്കുക. ആ ശ്രമം നടത്തി എന്നതിന്റെ പേരിലാണ് ഞാൻ ഈ വളരെ ഉത്ഭുതരായ ശാസന മുമ്പിൽ ഞാനത് പറയുന്നത്. അത് നടത്തി, അത് വിജയിച്ചതാണ്. ഞാനത് പഠിപ്പിക്കും കൂടെ ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈസ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കി ആ വിഷയങ്ങൾ തന്നെ ഞാൻ 8 കൊല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അത് യത്തീമിന്റെ വേദന അറിയാൻ വേണ്ടിയിട്ട് വാങ്ക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പാഠമെടുത്തുകൊണ്ടാണ്, ഇവിടെ പഠിച്ച ആളുകളൊക്കെ ഉണ്ടായിരിക്കും കുട്ടികളുടെ കൂട്ടത്തിൽ, പാഠമെടുത്തുകൊണ്ടാണ് യത്തീമിന്റെ വേദന പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത് 10ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. വാങ്ക എന്ന് പറയുന്ന കുട്ടിയുടെ യത്തീമിന്റെ വേദനയായിരുന്നു. മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴയ പാഠങ്ങളാണെന്ന് കരുതിയിട്ട് തള്ളി മാറ്റേണ്ടതല്ല എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായിട്ട് പഠിപ്പിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തില് ആ മക്കളെ നോക്കിക്കൊണ്ട് നടക്കുന്നതില് ഒരു ഉമ്മയും ബാപ്പയും ചെയ്യുന്ന റോള് കൃത്യമായി കാണിക്കുന്ന മാജിദി എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഡയറക്ടറുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അത് ഒരു കോളേജിലെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചിരുന്നു. ആ സാധനത്തെ കിട്ടിയപ്പോൾ അത് അവിടെ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയപ്പോൾ അതിൽ നിന്നൊരു ഭാഗം അടർത്തി മാറ്റി അലി സെഹ്റ എന്ന് 2 മക്കള് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതിന്റെ രീതി പറഞ്ഞു കൊടുത്തിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ പുതിയ തലമുറക്ക് കൊടുക്കേണ്ടത് ടീച്ചേഴ്സിന് ഹാൻഡ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്. പുതിയ തലമുറക്ക് ഇന്ന ഉദ്ദേശത്തിന് അത് പഠിപ്പിക്കുന്നത്, അത് അങ്ങനെ പഠിപ്പിക്കണമെന്ന്. ടീച്ചേഴ്സ് അങ്ങനെ പഠിപ്പിക്കാറുണ്ടോ എന്നുള്ളത് അറിയില്ല. ജില്ലയിലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിൽ ഞാനും കൂടെ ഉണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നതിൽ നമ്മളത് കൃത്യമായിട്ട് പറയാറുണ്ട്. ടീച്ചേഴ്സ് അത് എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. കുട്ടികളത് എങ്ങനെ പഠിച്ചു എന്ന് അറിയില്ല. ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കും. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുമ്പോഴും ഞാനത് പഠിപ്പിക്കും. അള്ളാന്റെ റസൂലിന്റെ കാഴ്ചപ്പാടുകളാണ്. പക്ഷെ എനിക്കത് ഇത് അള്ളാന്റെ റസൂലിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ട് അവിടെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ ജാതിയും അതുകൊണ്ട് അവിടേക്ക് അള്ളാന്റെ റസൂലിന്റെ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഒതുക്കുന്നതല്ല, എല്ലാവരും പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തലമുറക്ക് 25 ലക്ഷം കുട്ടികൾക്ക് പഠിക്കാൻ അങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ
കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ചോദിക്കും, അപ്പൊ പിന്നെ ഡിസ്റ്റൻസ് വേണമെന്നാ. ഞാനിത് അവതരിപ്പിക്കുന്ന സാഹസത്തിൽ അവിടെ ആളുകൾ ചോദിക്കാറുണ്ട്, എല്ലാവരോടും ഡിസ്റ്റൻസ് വേണമെന്നാ, അപ്പൊ ഉമ്മാനോടും പാപ്പാനോടൊക്കെ ഡിസ്റ്റൻസ് വേണമെന്നാണോ? സാഹസിന്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ ഇന്ററാക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഉമ്മാനോടും പാപ്പാനോടൊക്കെ ഡിസ്റ്റൻസ് വേണമെന്നാ? ആ ഡിസ്റ്റൻസ് വേണം, ഒരു ചെറിയ അകലം എല്ലായിടത്തും ഉണ്ടാവണം, നല്ലതാ. മക്കളോട് വേണോ? മക്കളോടും വേണം. ഭാര്യമാരോട് വേണോ? ഭാര്യമാരോടും വേണം. ഫ്രണ്ട്സിനോടോ? നിർബന്ധമായിട്ടും വേണം. അപ്പൊ അടുത്തൊരു ചോദ്യം ഉണ്ടാവും, പിന്നെ എപ്പോഴാണ് ഈ ബന്ധം പൂർത്തിയാവാൻ? അല്ലേ? ഈ എന്ന് പറയുന്ന ഹദീസ് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് എപ്പോഴും അല്ലെ നമ്മുടെ ശത്രുവായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നില്ലേ? എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു സാധനമുണ്ട്. ഇതൊക്കെ ശത്രുവായിട്ട് മാറാനുള്ള സാഹചര്യം നിൽക്കണ്ട. കാരണം ഇതൊക്കെ ഒരു കാലത്ത് ശത്രുവായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് അവർ ഒരു ഡിസ്റ്റൻസ്. മക്കൾ നമ്മുടെ നെഞ്ചിൽ ചവിട്ടി കയറുന്ന ഒരു സാഹചര്യം വരും എന്ന് പറയുന്നുണ്ട്. നമ്മള് പാലൂട്ടി വളർത്തുന്ന നമ്മുടെ മക്കള് നമ്മളുടെ നെഞ്ചിൽ കയറി നിന്ന് നമ്മെ പഴി പറയുന്ന ഒരു സമയം വരാനുണ്ട്. അതാണ്, അവിടെയാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് നമുക്ക് മക്കൾ മാറുന്നത്. അതിനെക്കൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടത് അല്ലാണ്ട് റസൂൽ വെറുതെ പറഞ്ഞു വെച്ചതല്ല. അപ്പൊ പിന്നെ ചോദിക്കുന്നത്, എപ്പോഴാ പിന്നെ ഇതൊന്ന് പൂർത്തിയാവുക? ഭാര്യയും ഭർത്താവും തമ്മിൽ അകലം വേണമെന്നോ? ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ട് കൈകൾ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാല് അതെപ്പോഴാണോ വിടുന്നത്, അത് വിടുന്നത് വരെ രണ്ടുപേരുടെയും മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹ് പുറത്തുകൊണ്ടിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ് ആ ബിസിനസ് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എത്ര മനോഹരമാണ്. മക്കൾ വഴിതെറ്റി പോകുന്നില്ല ആശങ്കപ്പെടുന്നതിന് മുമ്പ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടാപ്പ് മാറ്റാൻ വരട്ടെ, ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് ചില പ്രൊസീജിയർ ഒക്കെ നടത്തേണ്ടതുണ്ട്. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടുകൂടി. അതിന് വയസ്സും പ്രായമൊന്നും പ്രശ്നമല്ല അല്ലേ, കാലഘട്ടം പ്രശ്നമല്ല, നേരം സമയമൊന്നും പ്രശ്നമല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാല് എത്ര സന്തോഷം കിട്ടുന്ന സാഹചര്യങ്ങളാ. അള്ളാഹ് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഭാര്യയോട് ഭർത്താവിനോട് ഒരു അകലം പാലിക്കണമെന്നോ? അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാ, കയ്യിന്ന് പോയി, അപ്പോഴാണ് കാലിന്റെ ചോട്ടിൽ ചവിട്ടി പിടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ? കയ്യിന്ന് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയേ. പിന്നെ അള്ളാന്റെ റസൂല് പറയുന്നത് പോലെ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാന്ന് പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കിയേ. കയ്യിന്ന് പോയതാ നമ്മള് നിർവാഹമില്ലാതെ നിൽക്കണത്. ഉമ്മ കാലൊന്ന് വലിച്ചാൽ മതി. ഉമ്മയുടെ ചെറിയൊരു അനിഷ്ടം മതി നമ്മുടെ സ്വർഗ നഷ്ടം സംഭവിക്കാൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിടത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അകലം പാലിക്കണം. പൂർത്തിയാവണ്ടേ, ബന്ധം പൂർത്തിയാവണ്ടേ, അത് അല്ലെ, ആ കണക്ഷൻ മുഴുവൻ കിട്ടണ്ടേ. അതിന് അള്ളാന്റെ റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എത്ര മനോഹരമായിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു അല്ലേ? എല്ലാരെക്കാളും സ്നേഹിക്കപ്പെടണം ഞാനാവണം. ഉമ്മാനെ പാപ്പാനേക്കാൾ സ്നേഹിക്കപ്പെടുന്നത് അള്ളാന്റെ റസൂലാണ്. അപ്പൊ ഉമ്മാന്റെ പാപ്പാന്റെ നമ്മുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ അള്ളാന്റെ റസൂൽ വരണം. എന്റെയും എന്റെ ഭാര്യന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ അള്ളാന്റെ റസൂൽ വരണം. എന്റെയും എന്റെ മക്കളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെച്ച ഗ്യാപ്പ്, ആ ഗ്യാപ്പിലേക്ക് അള്ളാന്റെ റസൂൽ വരണം. അപ്പോഴാ ബന്ധം പൂർത്തിയാവണത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ അത്ര മനോഹരമാണ്. എത്ര സുന്ദരമായിട്ടാ പറഞ്ഞു വെച്ചെന്ന് ആലോചിച്ച് നോക്കൂ. ആ അർത്ഥത്തിലുള്ള ഒരു യാത്രക്കാണ് നമ്മൾ തയ്യാറായി കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മക്കളെ മരുമക്കളൊക്കെ പഠിപ്പിക്കുക, മരുമക്കളെ പഠിപ്പിക്കുക. ഞാൻ ഓർക്കാണ്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ചെറിയ അനിയൻ ഇപ്പൊ കല്യാണം കഴിച്ചു. അന്ന് വളരെ ചെറുതാ. ഞങ്ങൾ ഒന്നിച്ച്, ഉമ്മയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഉപ്പ അവിടെ ഒരു കമ്മിറ്റിയിൽ അങ്ങൊക്കെയാണ്. അപ്പോൾ അന്നൊരു അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വരുള്ളൂ പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉമ്മാനായിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വാതിൽ മുട്ടിയത്. അടുക്കളൻ്റെ വാതിൽ മുട്ടിയപ്പോൾ ഉപ്പയാണ്. ഞാൻ പോയിട്ട് എൻ്റെ അനുജൻ പോയിട്ട് വാതിൽ തുറന്നു കൊടുത്തു. അനുജൻ പോയിട്ട് വാതിൽ തുറന്നിട്ട് ഉപ്പ കയറി വന്നു. ഉപ്പ കയറി വന്നപ്പോൾ ഞാനൊരു കസേര വലിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു, ഞങ്ങളെ കൂട്ടത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ അവിടെ ഇരിക്കും, ഉമ്മാരെ തൊട്ടടുത്താണ് ഞാൻ ഇട്ട് കൊടുത്തത്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പ അവിടെ വന്നിരിക്കുക, വർത്താനം പറയാൻ, കൂട്ടത്തിൽ വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ഉപ്പ ഉമ്മാന്റെ തോളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഉപ്പ അവിടെ ഇരുന്നു അടുത്ത സീറ്റിൽ. എനിക്ക് നല്ല ചമ്മലുണ്ടായിപ്പോയി. കാരണം എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മുമ്പിൽ. കല്യാണം കഴിച്ച് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. അവളത് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നാ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. നല്ലൊരു ഒരു ഫീൽ എനിക്കുണ്ടായി. കാരണം ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല.
അങ്ങനെ അത് കഴിഞ്ഞു. വാപ്പ വർത്തമാനം പറഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, പിന്നെ ഇന്ന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന്. അത് പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ഒരു ഉണ്ട അങ്ങോട്ട് കയറി. ഈ പെണ്ണത് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന്. അതന്നെയാണോ പറഞ്ഞു, പഠിച്ചവൻ അതല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു. അല്ല, ഒരു രക്ഷയില്ല. അവൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് കാര്യം? അപ്പോൾ അവൾ പറഞ്ഞു, ഇന്ന് ഉപ്പ കയറി വന്ന സമയങ്ങൾ ശ്രദ്ധിച്ചോന്ന്. ഞാൻ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് സോറി, അതെൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു, അതെൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു മക്കൾ എന്ന നിലക്ക്. അപ്പൊ അവള് പറയണത് എന്താണെന്നറിയോ? മക്കളും മരുക്കളും എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. മക്കളും മരുക്കളും ഒന്നും എഴുന്നേറ്റുന്നില്ല, പക്ഷെ ഉമ്മ എഴുന്നേറ്റുന്നു. നമുക്കതൊരു വലിയ പാടല്ലേ എന്ന് സമ്മതിച്ചു. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊരു പാഠം, അത് വേറെ. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് എന്താണെന്നറിയോ? ഇപ്പോഴും അവൾ എൻ്റെ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അവൾ ഇരിക്കുന്ന സ്റ്റാഫ് റൂമിലേക്ക്, ലേഡീസിന് വേറെ സ്റ്റാഫ് റൂം, എനിക്ക് ഒരുപാട് ഡ്യൂട്ടികൾ ഉണ്ടാകുമ്പോൾ ആ സ്റ്റാഫ് റൂമിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ആ സ്റ്റാഫ് റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ അവൾ എഴുന്നേറ്റുണ്ടാവും. ഒന്ന് എഴുന്നേറ്റുന്ന രീതി. എൻ്റെ പ്രവർത്തകരായിട്ടുള്ള ലേഡീസ് വന്നിട്ട് എന്നോട് ചോദിക്കും, നിങ്ങളെന്താ ഓളെ നിങ്ങളെ വരുമ്പോൾ ബഹുമാനിക്കാൻ പറഞ്ഞിരുന്നോ എന്ന്. ഞാൻ പറയാം, അത് എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. ഞാൻ ചിലപ്പോൾ അത് മാറ്റിയിട്ട് മറിച്ചിട്ടൊക്കെ പറയില്ലേ, അത് ചോദിക്കാൻ ഏറ്റവും നല്ല ആൾ നിങ്ങളെ കൂടെ തന്നെ അല്ലേ, അവളോട് ചോദിച്ചോളി. അവൾ ചോദിച്ചപ്പോൾ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യം ഇതായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ ഉപ്പ കയറി വന്നപ്പോൾ ഉമ്മയാണ് എഴുന്നേറ്റുന്നത്. ആ ഒരു എഴുന്നേറ്റക്കൽ ഞങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കി. ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു, അവരും അത് സമ്മതിച്ചു. അന്ന് മുതൽ ഞാൻ എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കേണ്ട ഇടത്ത് ബഹുമാനിക്കണം എന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ കൊലായിലിരിക്കണമെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടാകും, ഉമ്മ കാല് നീട്ടിയിട്ട് പടിമേൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും, അവൾ അപ്പുറത്തിരിക്കുന്നുണ്ടാകും. ഞാൻ എവിടെന്നെങ്കിലും വന്ന് ഇറങ്ങുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് കയറുമ്പോൾ അവൾ എഴുന്നേറ്റ് നിൽക്കും. പിന്നെ അവരൊക്കെ ഇരുത്തി നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ വേറെ കാര്യം. പക്ഷെ ആ ബഹുമാനം അത് ആരാ പഠിപ്പിച്ചത്? ഞാൻ പഠിപ്പിച്ചില്ല, ഉമ്മ പഠിപ്പിച്ചതാ. ഉമ്മ എത്ര വരെ പഠിച്ചു എന്നറിയോ? 4ാം ക്ലാസ് വരെ. ഉമ്മാന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല, പാവമാണ്. 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഉമ്മ ഒരു മരുമകൾക്ക്, ഒരു മകൻക്ക് അല്ലെങ്കിൽ മക്കൾക്ക് വലിയ പാഠം കൊടുക്കുന്ന രീതിയെ കുറിച്ചാണ് നാച്ചുറൽ ആയിട്ട് പഠിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നത്. കോമൺ സെൻസ് മാത്രം മതി. ഉമ്മാന്റെ ഭർത്താവ് കയറി വരുമ്പോ ഉമ്മക്കൊരു നിർബന്ധമുണ്ട്, ഞാനൊന്ന് എഴുന്നേറ്റ് ഒന്ന് റെസ്പെക്ട് ചെയ്യണമെന്ന്. അത്ര ഉമ്മ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മക്കൾക്കും മരുമക്കൾക്കും കിട്ടിയ പാഠം ചെറുതല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും, ഞാനത്ര പഠിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ മക്കളൊന്നും മരുമക്കളൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന്. ആരാ പഠിക്കേണ്ടത്? ഈ പരിസരത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല. 5 പെൺമക്കളുള്ള ഒരു ഉമ്മ ഒന്നും പഠിച്ചിട്ടില്ല, കാര്യമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. 5 പെൺമക്കളുള്ള ഉമ്മ 5 മക്കളെയും ഡോക്ടറാക്കി മാറ്റിയെന്ന് നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? 5 മക്കളും ഡോക്ടറാക്കി. ഉമ്മ ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കറ്റോ അല്ലെങ്കിൽ ഭയങ്കര എഡ്യൂക്കേഷനിസ്റ്റോ ഒന്നുമല്ല, വലിയ വിദ്യാഭ്യാസം നേടിയ ആളൊന്നുമല്ല. കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം എവിടെ പെരുമാറണം, എങ്ങനെ പെരുമാറണം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ മക്കൾക്ക് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന എത്ര രക്ഷിതാക്കൾ നടത്തുന്നുണ്ട്, എത്ര കുടുംബനാഥന്മാർ നടത്തുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. മരുമക്കളെ നമ്മൾ നെഗറ്റീവ്സ് കണ്ടിട്ട് പിന്നാലെ പോകുന്നതിന് പകരം അവരുടെ ഉമർ അല്ലാഹുവിനോ റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ലിമായ ഒരു മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ആള്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാം പഠിക്കാൻ വരാൻ സൗഭാഗ്യം കിട്ടില്ലാത്ത മനുഷ്യൻ ഉമർ അല്ലാഹുവിനെ ഭരിക്കുന്ന സമയത്ത് വരുന്നതിനെ കുറിച്ച് വായിച്ചു പോയത് ഓർക്കുന്നുണ്ട്. ഉമർ അല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം ടെന്റ് കെട്ടി താമസിക്കുകയാണ്. ഉമർ അല്ലാഹുവിന്റെ രാത്രി ഇറങ്ങി നടക്കുമ്പോ ടെന്റിന്റെ മുമ്പിൽ നടന്നു പോകുന്ന സമയത്ത് ഈ മനുഷ്യനെ യാദൃശികമായിട്ട് കണ്ടുമുട്ടുന്നു. രാത്രിയിൽ അയാൾ ഇരുന്ന് മദ്യപിക്കുന്നു. പഴയ കാലത്തെ ഒരു ദുസ്വഭാവം മാത്രം മാറ്റിയിട്ടില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഒരു ദുസ്വഭാവം മാത്രം മാറ്റിയിട്ടില്ല. ഉമർ അല്ലാഹുവിനെ നേരെ കാണാണ്, ഭരണാധികാരി, ഹാക്കിമാണ്, ചാട്ടവാറ് കൊണ്ട് വിധി നടപ്പിലാക്കാൻ കഴിയുന്ന ആളാണ്. പക്ഷെ ഉമർ അല്ലാഹുവിനോ കണ്ടത് നേരെ കണ്ണുടക്കാണ്. ഒറ്റ തിരിച്ചില് നേരെ പോവാണ്. ഈ മനുഷ്യൻ കയ്യും കാലം കുഴഞ്ഞു, കാരണം ഉമറാണ് കണ്ടുകണത്. പ്രശ്നമാകുന്ന ഉറപ്പാ. ഉമർ അല്ലാഹു അന്ന് രാത്രിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് ആ മനുഷ്യൻ കാത്തിരുന്നു, ചാട്ടവാറ് അടി വാങ്ങാൻ വേണ്ടിയിട്ട്. വന്നില്ല. അടുത്ത ദിവസം, പിറ്റത്തെ ദിവസം വന്നില്ല. 3 ദിവസം വന്നില്ല. 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, എന്നാ പിന്നെ ഇത് ഉമർ കണ്ടിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നിയതാണ്. അങ്ങനെയാണല്ലോ മനുഷ്യൻ. കുറച്ച് ദിവസം കണ്ട് കുഴപ്പമില്ലാന്ന് തോന്നിയാൽ പിന്നെ നോർമൽ ആവുമല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും.
അടുത്ത ദിവസം പള്ളി പോയി. 3 ദിവസം പേടിച്ചിട്ട് പള്ളി പോയിട്ടില്ല. 4-ാം ദിവസം പള്ളി പോവാണ്. പള്ളി പോകുമ്പോൾ മുന്നിലേക്ക് കടന്നിങ്ങനെ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഉമർ അള്ളാഹുവിന് പെട്ടെന്ന് യാദൃശ്യമായിട്ട് തല ഉയർത്തുമ്പോൾ ഈ മനുഷ്യനെ കണ്ണോട് കണ്ടു ഉടക്കാണ്. ഇവിടെ വരിയെന്ന് പറഞ്ഞ് വിളിക്കാണ്. ഉമർ അള്ളാഹുവിന്റെ മുമ്പിൽ കൊടുന്നിരുത്തുകയാണ്. അയാള് അങ്ങോട്ട് വന്ന് വീകാണ്, പേടിച്ചിട്ട് വിറച്ചിട്ട്. ഉമർ അള്ളാഹു എന്നോട് അദ്ദേഹത്തോട് അടുത്തിരിക്കാൻ പറയാം. ചേർത്തിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങ് മദ്യപിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ പറയുന്നത്? വിധിയെടുക്കാൻ പറ്റുന്ന ഒരു തെറ്റ് പറയുന്നത് ആരാ? ഉമർ അല്ലാഹുവിൻ. ഉമർ അല്ലാഹുവിന് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന്. വിറച്ചുകൊണ്ട് ഉമർ അല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട്, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങ് കണ്ടു എന്ന് തോന്നിയ സമയം മുതൽ ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇനി എന്റെ ജീവിതത്തിൽ മദ്യപിക്കൂലെന്ന് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉമർ അല്ലാഹുവിന് അത് മതിയായിരുന്നു. ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയാണത്. തെറ്റിനെ ചിലപ്പോൾ ഒരൊറ്റ അടിക്കാൻ കണ്ടത് അത് പറ്റൂല. നമ്മൾ അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഒന്നിങ്ങനെ ക്ഷമിച്ച് അടുത്ത ഒരു ഘട്ടം വരുമ്പോ കാത്തു നിന്ന് അവസരം കിട്ടുന്ന സമയത്ത് വളരെ സാമർത്ഥ്യത്തോടു കൂടി ഹിക്മത്ത് ഉപയോഗിച്ച് തിരുത്തുക എന്നുള്ളതാണ്. തെറ്റിനെ എന്തിനാണ് ഇപ്പോ വലിയ തെറ്റാണ് വ്യഭിചാരം. വ്യഭിചാരം ചെയ്ത തെറ്റിന് കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ പിന്നെ എറിഞ്ഞു കൊല്ലും, അല്ലാത്തവർക്ക് 100 അടി അടിച്ച് നാട് കടത്തും. പക്ഷെ അതിനൊരു ഷർത്തുണ്ടല്ലോ, സാക്ഷി പറയണ്ടേ? സാക്ഷി എത്ര പേര് വേണം? 4 പേര് വേണ്ടേ? എങ്ങനെ കാണണം? ഫിഖിന്റെ മസലയിൽ അത് പറയുന്നുണ്ട്, കാണുന്ന രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പച്ചക്ക് കാണണം. ഫോട്ടോ എടുത്ത് കണ്ടാ പോരാ, വീഡിയോ എടുത്തൊന്നും കണ്ടാ പോരാ, അല്ലെങ്കിൽ പറഞ്ഞത് കേട്ടാലും പോരാ, നേരെ കാണണം. ഒരാള് വ്യഭിചരിക്കുന്നു, അതൊരാള് കാണുന്നു, അയാൾ മാറുന്നില്ല. അടുത്തയാളും കാണുന്നു, പിറ്റത്തെയാളും കാണുന്നു. ഒരു സുറുമ്പുളിയില്ല എന്ന് പറയല്ലോ നമ്മുടെ നാട്ടിലെ ഭാഷ പ്രകാരം. ഒരു സുറുമ്പുളിയില്ലാതെ അതങ്ങനെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് 4 സാക്ഷി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് 4 സാക്ഷി കണ്ണോട് കാണാൻ ഉണ്ടാവുക? തെറ്റ് നിസ്സാരവൽക്കരിച്ചു എന്നുള്ളതാണ്. അതിനെ തെറ്റായി കാണാൻ പോലും അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഭീകരമായ ശിക്ഷ കിട്ടുന്നത്. ഈ ഇസ്ലാമിനെ കുറിച്ച്, ശിക്ഷാമുറകളെ കുറിച്ചൊക്കെ പറയുമ്പോഴേ വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. എറിഞ്ഞു കൊല്ല്, നാട് കടത്ത്, കഴുത്ത് വെട്ട്, കൈ മുറിക്കെന്നൊക്കെ ചോദിക്കും. ഞാൻ അതിന്റെ മറ്റു വഴിയിലേക്ക് കിടക്കുന്നില്ല. ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എപ്പോഴാ ഇതൊക്കെ ചെയ്യുന്നത്? അത്രമേൽ തെറ്റിനെ നിസ്സാരവൽക്കുന്നു. അത് കേൾക്കുമ്പോ സാധാരണക്കാർ പറയും, അപ്പൊ എറിഞ്ഞു കൊന്നാലും പോരാ, കൊന്നിട്ട് ഒരു ചവിട്ടും ചവിട്ടണമെന്ന് പറയും ചിലപ്പോൾ. കാരണം അത്ര നിസ്സാരവൽക്കരിച്ചു ആ തെറ്റിനെ. നിസ്സാരവൽക്കരിച്ചു തെറ്റിനെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ ഒരു അബദ്ധം പറ്റുമ്പോൾ നമ്മൾ പരമാവധി ആളുകളോട് പറയാൻ നടക്കുക, അല്ലെങ്കിൽ ആരുടെ ഒരു അബദ്ധം പറ്റുമ്പോൾ പരമാവധി അത് ഒളിപ്പിച്ചു വെക്കുകയും നേരെ സംസാരിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതല്ലേ ശ്രമം നടത്തേണ്ടത്? ശരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്യേണ്ട പണി ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സാമൂഹിക ക്രമം താളം തെറ്റുന്നു. അത് കുടുംബത്തിലേക്ക് വന്നാൽ എളുപ്പം താളം തെറ്റുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൃത്യമായും ഇടപെടാൻ ഒരു രക്ഷിതാവിന്, ഒരു കുടുംബനാഥന് കഴിയുന്ന സാഹചര്യം വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ബന്ധങ്ങളൊക്കെ അത്ര മനോഹരമായിട്ട് കൊണ്ടു നടക്കണം. ആ ബന്ധങ്ങളെ സൂക്ഷ്മമായി കൊണ്ടു നടക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോ നമ്മൾ അടിയറവ് പറയാണ്, കുടുംബം നശിക്കുന്നു എന്ന്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ നല്ല കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളൊക്കെ നന്നാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റ പണിയൻ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ എത്രയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് അല്ലാഹ് തട്ടൂല എന്ന് ഉറപ്പല്ലേ? മക്കൾ തിരിച്ചു കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നല്ലതിനാണെങ്കിൽ സ്വീകരിക്കും, അല്ലാത്തത് തട്ടിക്കളയും ചെയ്യും. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ട് വാപ്പയമ്മയും പ്രാർത്ഥിക്കുന്ന എന്തും സ്വീകരിക്കുകയാണ്. അതിലേറ്റവും സൂക്ഷിക്കേണ്ടത് കുടുംബത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് വേണ്ടി, മക്കളുടെ ഐശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടി, പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി ഒരു വാപ്പയമ്മയും എത്ര പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു. അല്ലെങ്കിലും മക്കള് ജനിച്ചു വരുമ്പോഴേ കയ്യിലിരിക്കുന്ന കുട്ടിയെ, എന്തിനാണ് നിനക്ക് കുട്ടി എന്ന് ഏതെങ്കിലും ഒരു ഉമ്മയോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാൽ, പ്രായക്കാണ സമയത്ത് അല്ലെ കൈപിടിക്കാൻ, നമുക്കൊരു തണലാവാൻ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയണത്. അതിനേക്കാൾ അപ്പുറത്ത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പിതാവ് നജ്മുദ്ദീൻ അയ്യൂബി പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു വരുന്ന സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബി ചെറിയ കുട്ടി അടുത്ത സ്ഥലത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നജ്മുദ്ദീൻ അയ്യൂബി സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിൽ നടന്നു പോകുന്ന ഒരു രംഗം പറയുന്നുണ്ട്.
സലാഹുദ്ദീൻ അയ്യൂബിയെ കൈ പിടിച്ചുകൊണ്ട്, ചെറിയ കുട്ടിയാ, കുഞ്ഞു കുട്ടിയാ, കൈ പിടിച്ചുകൊണ്ട് കളിക്കുന്ന കൂട്ടത്തില്, അപ്പൊ കുട്ടി വാത്സല്യത്തോട് കൂടി പിടിക്കണല്ലോ എന്ന് കരുതിയിട്ട് പാപ്പ ആ കുട്ടിയുടെ കൂടെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഉമ്മാന്റെ മുമ്പിലെത്തി. എന്നിട്ട് ഉമ്മാനെ അങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയാ, ഇത് ആരെന്നറിയോ? നിന്റെ ഉമ്മയാണ്. 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചത് എന്തിനാണെന്ന് നിനക്കറിയോന്ന്? ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയോട് വാപ്പ ചോദിക്കുക, ഏത് ഫിലോസഫിയാ കുട്ടിക്കറിയാ? എന്തിനാ നിന്നെ ജനിപ്പിച്ചെന്ന്, നിന്നെ പ്രസവിച്ചെന്ന് എനിക്കറിയോന്ന് കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി കൈമലർത്തും. അടുത്ത ചോദ്യം ഇതാണ്, വാപ്പാന്റെ നേർക്ക് അങ്ങനെ ചൂണ്ടിട്ട് പറയും, ഇത് നിന്റെ വാപ്പയാണ്, ഒരു വാപ്പ നിലക്ക് നിന്നെ ജനിപ്പിച്ചത് എന്തിനാന്ന് നിനക്കറിയോന്ന്. ചെറിയ കുട്ടിയോടെ, ഇളം പ്രായത്തില് വളർച്ച പൂർത്തിയാവാത്ത ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല. വാപ്പന്നെ മറുപടി പറയാം, മോനെ അത് കുട്ടിയുടെ കൂടെ കളിക്കാനല്ല, കളി മോശമായതുകൊണ്ടല്ല, പക്ഷെ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ബ്രെയിനെ കൃത്യമായിട്ട് വാഷ് ചെയ്തെടുക്കാൻ. എന്നിട്ട് പറയുന്നത് അത് കുട്ടികളുടെ കൂടെ കളിക്കാനല്ല, മറിച്ച് ഖുദ്സ് മോചിപ്പിക്കാനാണ് എന്ന്. ഏത് പ്രായത്തില്? കുഞ്ഞു കുട്ടിയാകുന്ന സമയത്ത്, കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കണ സമയത്ത് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് ഖുദ്സ് മോചിപ്പിക്കാനാണ്. ഏത് പ്രായത്തിലെന്ന് ആലോചിക്കണം. അതിനാണ് ബ്രെയിൻ വാഷ് എന്ന് പറയുന്നത്. അത്രേ നേരത്തെ കൊടുക്കണം. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാതാപിതാക്കളുടെ ഒക്കെ പ്രാർത്ഥന മക്കൾക്ക് എത്രത്തോളം ഗുണമാണോ അത്രത്തോളം മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറെ ഗുണപ്പെടുകയാണ് എന്നും കൂടി നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഏതായാലും മക്കളൊക്കെ കൈവിട്ടു പോകുന്നതിന് മുമ്പ് കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പുവരുത്താൻ, ആ മക്കളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിന് മുമ്പ് ആ സ്നേഹമൊക്കെ വേണ്ടോളം കൊടുക്കാൻ, ഇപ്പൊ നമ്മൾ ഈ സാധാരണ അക്കൗണ്ടുകൾ നമ്മൾ ബാങ്കിലൊക്കെ തുറക്കുന്നത് പോലെ മക്കളുടെ ഒക്കെ മനസ്സിൽ, ഭാര്യമാരുടെ മനസ്സിൽ, ഭർത്താക്കന്മാരുടെ മനസ്സിൽ സ്നേഹത്തിന്റെ അക്കൗണ്ട് തുറക്കുന്ന പറയാ. എന്നിട്ട് അതിലിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കണം. ഒരു സ്പർശനമായിട്ട്, നല്ല വർത്തമാനമായിട്ട്, നല്ല ഒരു മുഖ പ്രസന്നത കാണിച്ചിട്ട്, സ്നേഹ ചുംബനം കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട്, ശരീരത്തിന്റെ നെഞ്ചിന്റെ ചൂട് പകർന്നിട്ട്, അങ്ങനെ മക്കളിലും ഭാര്യമാരിലും ഉമ്മമാരിലും ഒക്കെ സ്നേഹത്തിന്റെ അക്കൗണ്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കണം. ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ നിറച്ചാൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് കടുത്ത വർത്തമാനങ്ങൾ പറയേണ്ടി വരുമ്പോ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സ്നേഹം ഉണ്ടല്ലോ, അതിന് പകരം അടുത്ത സമയത്ത് വീണ്ടും കൊടുക്കണമെന്ന, അങ്ങനെ അത് ഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ ആ മക്കൾക്ക് നന്മകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല വാപ്പയെ കുറിച്ചുള്ള കൺസെപ്റ്റ് എപ്പോഴും കണ്ണു നിറഞ്ഞിട്ട് മാത്രമേ അവർക്ക് ഓർക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കിട്ടാൻ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ പിന്നെ എപ്പോ കൊടുക്കാനാ? പിന്നെ നമ്മൾ കൊടുക്കണ ഒരു സമയമുണ്ട്. അതെപ്പോഴാ? വീടിന്റെ കിഴക്ക് പടിഞ്ഞാറ് തിരിച്ചു വെച്ചിരിക്കുന്ന കട്ടിലിൽ നമ്മളുടെ മക്കള് വെള്ള പുതച്ച് കിടക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ വെള്ള പുതപ്പ് മാറ്റിയിട്ട് അവന്റെ നെറ്റിയില്, അവന്റെ കണ്ണുകളിൽ, അവന്റെ കവിളുകളില് തുരുതുരാമുത്തം കൊടുക്കുന്ന വാപ്പയും ഉമ്മയും എന്തിനു വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നത്? അത് നേരത്തെ കാലത്ത് കൊടുക്കാൻ പറ്റണം. അടഞ്ഞു കിടക്കുന്ന കണ്ണിൽ മുത്തം കൊടുത്തിട്ട് അവന്റെ പിന്നെ ഒരു കണ്ണ് തുറക്കൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതേസമയം തുറന്നിരിക്കുന്ന കണ്ണുകളില്ലേ, ചലിക്കുന്ന ശരീരമില്ലേ, അവരുടെ നെറ്റിയിലേക്ക്, അവരുടെ 2 കണ്ണുകളിലേക്ക് മുത്തം കൊടുക്കുമ്പോ ആ മുത്തം അവന്റെ ഹൃദയത്തിലേക്കാണ് കയറി ചെല്ലണത്. അവന്റെ ഹൃദയത്തിൽ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് അവന്റെ കണ്ണിലൂടെ പുറത്തു വരുമ്പോ ആ സ്പാർക്ക് ഉണ്ടല്ലോ, മക്കൾക്ക് കിട്ടുന്ന, വാപ്പക്ക് കിട്ടുന്ന, ഉമ്മക്ക് കിട്ടുന്ന, ഭാര്യക്ക് കിട്ടുന്ന, ഭർത്താവിന് കിട്ടുന്ന ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, ജീവിതത്തിൽ തന്നെ അടിമുടി മാറ്റാൻ പറ്റുന്ന ആ ഒരു സ്പാർക്കാണ് അതിലൂടെ കിട്ടുന്നത്. അത് കിട്ടണമെങ്കിൽ നേരത്തെ കാലത്തെ അത് തുറന്ന കണ്ണുകളിൽ കൊടുക്കാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ. ഒരു സ്വഹാബി സമ്മതം ചോദിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരു സംഭവം പറയുന്നുണ്ട്. ഓടി രാത്രിയിൽ, അർദ്ധരാത്രിയിൽ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ ഉമ്മയുടെ കട്ടിൽ അടുത്ത് ചെന്ന് പോയിട്ട് ഇങ്ങനെ നിൽക്കുക. ഉമ്മ കണ്ണുറ നോക്കുമ്പോ ഏതോ ഒരാളെ ഇരുട്ടത്ത് നിൽക്കുന്നത്. ആരാ ഇത്? മോൻ പറഞ്ഞു, ഞാനാണ് ഉമ്മ. എന്തത് ഈ നേരത്തെ എന്ത് പറ്റും മോനെ? ഒന്നുമില്ലമ്മ, ഞാൻ അല്ലാണ്ട് റസൂലിന്റെ അടുത്തായിരുന്നു, പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് മുത്തം തരാൻ വേണ്ടി വന്നതാണ്. ഉമ്മ ചോദിച്ചു, ഈ അർദ്ധരാത്രിയില്ലോ നട്ടപ്പാതിരക്കോ? ഞാൻ മുഖം കഴുകിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നിട്ട് മോന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നെടുത്തപ്പോ മോനെ പിടിച്ചിട്ട് ഉമ്മാന്റെ 2 കണ്ണിന്റെ ഇടയിൽ ഇങ്ങനെ മുത്തം കൊടുത്തപ്പോ ഉമ്മക്ക് വല്ലാത്തൊരു കുളിര് തോന്നിപ്പോയി. ഉമ്മ ചോദിച്ചു, സന്തോഷായി മോനെ, എന്താ ഇപ്പൊ ഒരു പുതുമാതിരി, ഇത്രയും കാലം ഇല്ലാത്തൊരു മുത്തം തരലെന്ന്? അല്ലാണ്ട് റസൂൽ രാത്രിയിൽ പഠിപ്പിക്കുകയായിരുന്നു, ആരെങ്കിലും സ്വന്തം മാതാവിന്റെ 2 കണ്ണുകൾക്കിടയിൽ മുത്തം കൊടുത്താൽ, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ആരെങ്കിലും സ്വന്തം മാതാവിന്റെ 2 കണ്ണുകൾക്കിടയിൽ മുത്തം കൊടുത്താൽ അവന്റെ ശരീരം നരകം തൊടൂല എന്ന് പഠിപ്പിച്ചപ്പോ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അല്ലാണ്ട് റസൂലിനോട് സമ്മതം ചോദിച്ച് ഇറങ്ങി ഓടിയതാണ്. ഉമ്മ, നിങ്ങളെങ്ങാനും ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട്. എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് നിൽക്കുക, ഉമ്മ ഒന്ന് കണ്ണുറന്നിട്ടാൻ വേണ്ടിയിട്ട്.
ഇത് കേട്ടപ്പോ ആ മുത്തം കെട്ടിയപ്പോ തന്നെ ഉമ്മാക്ക് വല്ലാത്ത ആനന്ദമുണ്ട്. ഇത് കേട്ടപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെ പറഞ്ഞോ, അങ്ങനെ പഠിപ്പിച്ചോ. എന്നാൽ ഉമ്മാക്ക് മുത്തം തന്നിട്ട് ഉമ്മാന്റെ കുട്ടിന്റെ ശരീരം നരകം തൊടൂലെങ്കിൽ ഉമ്മാക്ക് തന്നോട് മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ മോന്റെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മാന്റെ മുഖത്ത് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഉമ്മ. ആ ഉമ്മാന്റെ ഒക്കെ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് കിട്ടണം. വാപ്പാന്റെ പ്രാർത്ഥന മക്കൾക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ ആലോചിച്ചാൽ മതി. പ്രാർത്ഥിക്കേണ്ട നമ്മളില്ലേ രക്ഷിതാക്കള്, നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ആ പ്രാർത്ഥന കൊടുക്കണുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ജീവിച്ചിരിക്കുന്നവർക്ക് മുത്തം കൊടുക്കണുണ്ടോ? മരിച്ച് പോയിട്ടുള്ളവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യട്ടെ, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മളുടെ സൽക്കർമ്മങ്ങളൊക്കെ അവർക്ക് ഹദിയ ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അവരെ ഓർക്കുന്നുണ്ട്? എൻ്റെ വാപ്പ, എൻ്റെ വാപ്പാന്റെ ഉമ്മയെയും വാപ്പയെയും ഓർക്കുന്നത് കാണുമ്പോ പടച്ചോനെ, എനിക്ക് ഉള്ള ഈ എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടല്ലോ, മരണപ്പെട്ടു പോയാൽ ഇതെത്ര ഞാൻ ഓർക്കേണ്ടി വരുമെന്ന് നമ്മെ പേടിപ്പെടുത്തുകയാണ്. പോകുമ്പോ വാ മോനെ, നമുക്ക് പപ്പാന്റെ അടുത്ത് കബറിലൊന്ന് പോവുക എന്ന് പറയാം. ആ വഴിക്ക് പോകുമ്പോ അവിടെ നിർത്ത്, ഒരു ഫാത്തിഹ ഓതട്ടെ, ഒന്ന് സലാം പറയട്ടെ. ഉപ്പാന്റെ ഉമ്മ 2 വയസ്സില്, ഉപ്പാക്ക് 2 വയസ്സാവുന്ന സമയത്ത് മരണപ്പെട്ട. ഉപ്പ പറയും, എനിക്കറിയില്ല, കണ്ടിട്ടില്ല, മുഖച്ചായല്ല, ഫോട്ടോ ഇല്ല, എന്നാൽ എനിക്കൊരു ഉമ്മ ഉണ്ടായല്ലോ, ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കും, കണ്ട പോലെ പ്രാർത്ഥിക്കും. ഇത് നമുക്ക് വലിയ ബാധ്യത ഉണ്ടാക്കി തരാ. എന്താ കാര്യം? നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി അധ്വാനിച്ച ഒരു വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോകുമ്പോൾ എത്രത്തോളം അവർക്ക് കൂടെ നിൽക്കേണ്ടി വരുമെന്ന് ഓരോ കുഞ്ഞിനെയും കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഓർമ്മപ്പെടുത്താൻ നമുക്ക് വലിയ ബാധ്യത ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ അതിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കാണ്, 2004 B.Ed പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റിപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണൊന്നും ഇല്ലാത്ത, സാർവത്രികമായിട്ട് ഇല്ലാത്ത, മൊബൈലൊക്കെ വളരെ കുറവായിട്ട് മാത്രമുള്ള, കയ്യിലൊന്നും കുട്ടികളുടെ കയ്യിലൊന്നും ആരുടെ കയ്യിലും മൊബൈൽ ഇല്ലാത്ത ഒരു കാലം, അന്ന് ചെറിയ ഫോൺ മാത്രമുള്ള കാലം. ആ സമയത്ത് ഹെഡ് മാഷ് വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് പിന്നെ ഒന്ന് ഇവിടെ വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോറിൻ്റെ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഉമ്മാക്ക് സുഖമില്ലാതെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആണ്, എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ കയ്യും കാലം കഴിഞ്ഞു. 10ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ 11ാമത്തെ വയസ്സിൽ ദീന് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയതാ വളഞ്ഞൂർ മർക്കസിലേക്ക്. എന്നിട്ട് അത് 1990 2004 ഈ സംഭവം നടക്കുന്നത്. എപ്പോഴും വില വെക്കുന്ന ഒരു കാര്യമുണ്ട്, പടച്ചോനെ, ഉമ്മാനെ കണ്ട് പൂതീർന്നിട്ടില്ല, ബാപ്പാനെ കണ്ട് പൂതീർന്നിട്ടില്ല, ഉമ്മാനെ സ്നേഹിച്ച് പൂതീർന്നിട്ടില്ല, കടമകളൊന്നും നിർവഹിച്ചിട്ടില്ല, അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ്, എന്നുവെച്ചാൽ B.Ed കഴിഞ്ഞാൽ അതോടുകൂടി തീരാണ്. കാരണം അവിടെ 5 കൊല്ലം ബോർഡിങ്ങിൽ പഠിച്ചു, പിന്നെ അവിടെ വാഫിക്ക് പഠിച്ചു, അവിടെ തന്നെ B.Ed പഠിച്ചു, ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണത്. ആ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രതീക്ഷ, ഇനി കുറച്ചു കാലം വീട്ടിൽ നിൽക്കണം, ഉമ്മാന്റെ ബാപ്പാനൊക്കെ കാണണം, ഉമ്മക്കൊക്കെ ചെയ്തു കൊടുക്കണം, ബാപ്പാക്ക് ചെയ്തു കൊടുക്കണം, കുടുംബത്തിൽ നിൽക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്താ അപ്പ വന്നിട്ടാ HM പറയണത്, ഉമ്മ ഹോസ്പിറ്റലാണ്. ഞാൻ ചോദിച്ചു സാറോട്, സാർ എന്ത് പറ്റിയെന്ന്? എനിക്കാകെ നില തെറ്റിപ്പോയി. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പൊ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറില്ല, കുഴപ്പമൊന്നുമില്ല, ഒരു നെഞ്ചുവേദനയാണ്. അന്ന് നെഞ്ചുവേദന വന്ന അടുത്ത റിസൾട്ട് അല്ലെങ്കിൽ അടുത്ത കേൾവി മരണമായിരിക്കും. ഞാനാകെ ശരിക്കും പറഞ്ഞാൽ ആകെ പിന്നെ പൊട്ടിത്തെറിച്ചു പോയി. ഞാൻ കുറച്ചു നേരം പുറത്ത് നിന്നിട്ട് ക്ലാസ്സിൽ തിരിഞ്ഞിട്ട് എൻ്റെ കുട്ടിയോട് പറഞ്ഞു, എന്ത് കുട്ടികളുണ്ട്? മുസ്ലിം കുട്ടിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്കണം, ഉമ്മ ഹോസ്പിറ്റലാണ്, ഞാൻ പോവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ എഴുന്നേറ്റ് നിന്നു. ഞാൻ അടുത്ത് ഇറങ്ങുന്ന സമയം എഴുന്നേരുന്ന് ഹിന്ദു കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മുസ്ലിം കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറെ കുട്ടികൾ മുഖം പൊത്തി നിൽക്കുന്നുണ്ട്. ആ മക്കള് പ്രാർത്ഥിക്കാണ്. എനിക്ക് ഉറപ്പാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലം ഉണ്ടാകും. നിഷ്കളങ്കരായ മക്കൾ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ ഉമ്മക്ക് സുഖം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേറെ വലിയ പ്രതീക്ഷ ഉപ്പാക്കും ഉമ്മക്കും എന്താണെന്നറിയോ? മക്കളാണ്. അവിടുന്ന് ഇറങ്ങി HM ഓഫീസിൽ പോയിട്ട് ഞാൻ സമ്മതമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി പോകുമ്പോ കുറ്റിപ്പുറം പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറണം, നടന്നെത്തണം. ഓടുകയാണ് ഞാൻ. ബസ്സിൽ കയറിയിരുന്നു, 3/4 മണിക്കൂറുണ്ട് തിരൂരിലേക്ക്. ബസ്സിൽ കയറിയിരുന്നിട്ട് നാരിയത്ത് സലാത്ത് ചൊല്ലുന്നുണ്ട്. പടച്ചോനോട് പറയുന്നുണ്ട്, എന്റെ ഉമ്മാനെ എനിക്ക് തിരിച്ചു തരണം, സ്നേഹിച്ച് പോതിരുന്നില്ല പടച്ചോനെ, എനിക്ക് തിരിച്ചു തരണം. ശാഠ്യമായിട്ട് ഞാൻ പിന്നെ വാദിച്ചുകൊണ്ടിരിക്കുക പടച്ചോനോട്, എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞത്, അനക്ക് ഞാൻ ഒരു കുരുത്തകേടും കാട്ടി വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ ഉമ്മാനെ തിരിച്ചു തരണം. നാരിയത്ത് സലാത്ത് ചൊല്ലുന്നു, അല്ലാണ്ട് റസൂലിനടുത്ത് സലാത്ത് ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, ഇഷ്ടം പോലെ. അവിടെ എത്തി. തിരൂരിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നഴ്സിംഗ് ഹോമിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു പോകണം. പൈസ ഇല്ല കയ്യില്, ക്യാഷില്ല. ഒറ്റ ഓട്ടോ അവിടെ നിന്നും ഓടിയിട്ട് ആ ഹോസ്പിറ്റലിന് മുമ്പിലെത്തി. റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു, ഹെഫ്സത്ത് എന്ന് പറഞ്ഞ പേഷ്യന്റ് ഉണ്ടല്ലോ, ഏത് റൂമിലാണെന്ന്. അപ്പൊ എന്നോട് പറയാണ്, റൂമിലല്ല, ICUലാണെന്ന്. അതോടെ വീണ്ടും കുഴഞ്ഞു.
എന്തായാലും കാണല്ലോ ഉമ്മാനെ. സ്റ്റെപ്പ് കയറി ചാടി കയറിയിട്ട് ഓടി വരാന്തയിലൂടെ ചെന്നിട്ട് ICUവിന്റെ മുമ്പിൽ ഇങ്ങനെ ചെന്നിട്ട് ഞാൻ ഒരു അടി അടിച്ചു. എനിക്കത് തുറന്നു കയറണം. അടിച്ചിരി ജോറായി പോയി എന്നുള്ളത് സ്വാഭാവികമായിരിക്കാം. എന്റെ വിഷമം കൊണ്ടാണ്. ഡോക്ടർ ഹുസൈൻ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ ഡോക്ടർ? അദ്ദേഹം വാതിൽ തുറന്നു, ചോദിച്ചു ICU ആണെന്ന് അറിയില്ലടോ. ICUലാണോ? വന്നിട്ട് അങ്ങനെ ബഹളം ഉണ്ടാക്കണം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്റെ ഉമ്മയാണ് കണ്ടെത്തിയിരുന്നു. ICUവിൽ കയറാൻ പറ്റില്ലെന്ന് അറിയില്ലേ? അതൊക്കെ അറിയാം, പക്ഷെ എന്റെ ഉമ്മയാണ് സാർ. 10ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ ദീൻ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയതാ. ഇപ്പൊ 24 വയസ്സായി. നാട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് സാർ. ഞാനത് കുറച്ച് ബഹളത്തിലൊക്കെയാണ് തോണ്ട് പറയണത്, എനിക്ക് ഓർമ്മയില്ല അത്. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ്, കാണണമെന്ന് വിചാരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ഉമ്മാക്ക് ഇങ്ങനെ അറ്റാക്കാണെന്ന് അറിഞ്ഞത്. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ പലതും പൂർത്തിയാക്കാൻ എനിക്ക് പറ്റണില്ല. ഡോക്ടർക്ക് മനസ്സിലായി ഇവൻ ഉള്ളിൽ കൊണ്ടിട്ടാണ്, ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടാണ് അതാ പറയണത്. അപ്പൊ ആൾ ചേർത്തുണ്ട് പിടിച്ചു, ഒറ്റപ്പെടുത്തം. അതുവരെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി സംസാരിച്ച ആ ഡോക്ടർ ഒറ്റപ്പെടുത്താൻ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പിടിച്ചാണ്, എടാ വാ ഞാൻ കാണിച്ചു തരാം, പാപ്പാക്കും ഉമ്മാക്കൊക്കെ മക്കള് ജീവിച്ചിരിക്കേണ്ട എന്ത് പേടിയാടാ ഉള്ളത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കയ്യിൽ ഇങ്ങനെ തട്ടിയിട്ട്, ഹഫ്സത്തെ കണ്ണോർക്ക് ആരാ വന്നെന്ന് നോക്കാൻ. പാതി തുറന്ന കണ്ണിൽ ഉമ്മ എന്നെ കണ്ടപ്പോ കണ്ണിന്നിങ്ങനെ കണ്ണീര് ഒഴുകാൻ തുടങ്ങി 2 സൈഡിലൂടെ. ഞാൻ അവിടെ കുമ്പിട്ട് നിന്ന് ചേർത്ത് നിർത്തിയിട്ട് ഉമ്മാന്റെ നെറ്റിയിൽ മുത്തം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞൊരു വർത്താനം ഉമ്മാന്റെ ചെവിയിൽ, ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ രക്ഷപ്പെടും, തിരിച്ചു വരും, ഞങ്ങൾ അള്ളാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കേട്ടത് സന്തോഷം കൊണ്ടായിരിക്കണം. പിന്നീട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നതാ കാണുന്നത്. അങ്ങനെ ഒഴുകി വന്നപ്പോ ഡോക്ടർ വന്ന് പറഞ്ഞു, മന വിഷമിപ്പിക്കണ്ട, നല്ല ക്ഷീണുണ്ട്, വാ പിന്നെ ഇനി ബാക്കി പിന്നെ കാണാം, പിന്നെ പറയാം, വായോ എന്ന് പറഞ്ഞു. എന്നെ അവിടുന്ന് വേഗം അടർത്തി മാറ്റി കൊണ്ടുപോയി. ഞാൻ ഉമ്മാനോട് സലാം പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ കുറച്ച് ബന്ധുക്കാർ വന്നപ്പോൾ അവര് വാതിൽക്കല് ഡോക്ടറിന്റെ റൂമില്, ICUന്നൊക്കെ പോന്നിട്ട് ഡോക്ടറിന്റെ റൂമില് വാതിൽക്കലേക്ക് കയറി ചെന്നപ്പോ എന്താ പറയണെന്ന് കേൾക്കാൻ വേണ്ടി ഞാനും പോയി പിന്നാലെ. എന്റെ ബന്ധത്തിലെ കുറച്ച് മുതിർന്ന ആളുകളുണ്ട്, അവര് വന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അവരെ ബാക്കിൽ ഞാനും നിന്നു, ഡോക്ടർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡോക്ടർ പറയണേ, ഹഫ്സത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാനായിട്ടില്ല, 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ വീണ്ടും കുഴഞ്ഞു, എന്താ പടച്ചോനെ കേൾക്കണത്? എന്നോട് ഡോക്ടർ സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞിരുന്നു, പക്ഷേ കുടുംബക്കാരോട് പറഞ്ഞത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന്. ആ ഡോക്ടറോട് എന്താ പറയേണ്ടത് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അവിടുന്ന് ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ അടുത്ത ഡോക്ടറോട് അടുത്ത ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മമാരെ പറ്റുള്ള ഒരാൾ പറയുന്നത്, സാർ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടെങ്കിലും എന്തെങ്കിലും ചെലവ് വന്നോട്ടെ, ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടാ. അപ്പൊ ആ ഡോക്ടർ അയാളോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ അവരുടെ ഉപ്പാന്റെ അനുജന്റെ മകനാ. ഞാനൊരു കാര്യം പറയട്ടെ, ഹഫ്സത്തിന്റെ ഹൃദയത്തിന്റെ വാൾവുകൾക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ട്, പാളുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ഒരു ഓപ്പറേഷനും ചെയ്യാൻ കഴിയില്ല, നിസ്സഹായ അവസ്ഥയാണ്. ഞാൻ പരമാവധി നോക്കാം, ശരി മെച്ചപ്പെട്ടാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മാറ്റാൻ ഞാൻ സൗകര്യം ചെയ്തുതരാം. ഞാൻ അവിടുന്ന് വിറച്ചോണ്ട് തിരിഞ്ഞോടി, വാവിട്ട് കരഞ്ഞ് ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ആ ഡോക്ടർ അവിടുന്ന് ഇറങ്ങി എന്റെ പിന്നാലെ വന്നു. ഞാൻ ഒരു പിടുത്തം കെടുത്തില്ല, ഞാൻ ഓടി തിരിച്ചുപോയി വരാന്തയിലൂടെ. ഞാൻ തിരിച്ചോടി എവിടേക്ക്? അവിടുന്ന് പുറത്തിറങ്ങി, ആരും എന്നെ വിളിക്കാൻ വരണ്ട, ഞാൻ എവിടേക്കും വരുന്നില്ല എന്ന് പറഞ്ഞു. ഓടിപ്പോയി. അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു 5 നിലയുള്ള ഒരു പള്ളിയുണ്ട്, ചെറിയ പള്ളി. ആ പള്ളിയിലേക്ക് കയറി. അവിടെ ജമാഅത്ത് അടക്കാൻ അസറിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാർ അവിടുന്ന് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഞാൻ കരയുന്നത് കാണും. ഞാൻ അവിടുന്ന് ഒതുകൊടുത്തോണ്ട് നിന്നു, കുറെ സമയം ഒതുകൊടുത്തു. എന്നിട്ട് ആളുകൾ ഇച്ചിരി ഒഴിഞ്ഞപ്പോ ഞാൻ അവിടെ പോയിട്ട് അസർ നിസ്കരിച്ചു. സുജൂദിൽ അവിടെ കിടന്നിട്ട് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ അന്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 10ാമത്തെ വയസ്സിൽ ഉമ്മയും ബാപ്പയും കൂടെ കൊണ്ടാക്കിയത്. ഇപ്പൊ 14 കൊല്ലം കഴിഞ്ഞു. വാപ്പാക്കും ഉമ്മാക്കും ഒരു ബാധ്യതയും ചെയ്തു തീർത്തിട്ടില്ല, സ്നേഹിച്ച് പൂ തീർന്നിട്ടില്ല, കണ്ടു പൂ തീർന്നിട്ടില്ല. അവരെനിക്ക് തിരിച്ചു തരണം, സ്നേഹിച്ച് പൂതി തീർക്കണം, അവർക്ക് ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കണം, എനിക്ക് തിരിച്ചു തരണം. റബ്ബേ അവർ ചെയ്തത്, എന്നെ ദീൻ പഠിക്കാൻ കൊണ്ടാക്കിയത് ഒരു തെറ്റാണെങ്കിൽ ഈ അവനെ കൊണ്ടേക്കോ, ഉമ്മാനെ കൊണ്ടേക്കോ ചെയ്യും, ഒരു കുഴപ്പമില്ല. ഉമ്മയും ബാപ്പയും ചെയ്തത് ഒരു തെറ്റായിരുന്നെങ്കിൽ നീ എന്റെ ഉമ്മാനെ കൊണ്ടുപോയിക്കോ, ശരിയാണെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാനെ തിരിച്ചറിയണം. കണ്ടീഷൻ വെച്ചോണ്ട് പ്രാർത്ഥിച്ചു. ഉമ്മയും ബാപ്പയും ചെയ്തത് തെറ്റല്ലല്ലോ, മക്കളെ ദീൻ പഠിക്കാൻ കൊണ്ടാക്കണത്. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ മക്കളെ പഠിപ്പിക്കാൻ കൊണ്ടാക്കണത്. എത്ര ഇടങ്ങറായിട്ടുണ്ടാകും 10ാമത്തെ വയസ്സിൽ കൊണ്ടാക്കുമ്പോ. ഒന്ന് അലക്കാൻ അറിയാത്ത പ്രായത്തിൽ കൊണ്ടാക്കുക. എത്ര കരഞ്ഞിട്ടുണ്ട്, ഞാനും കരഞ്ഞിട്ടുണ്ട്, ഉമ്മയും കരഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ. പടച്ചോനക്ക് അത് നന്നായിട്ട് അറിയാലോ. മക്കളുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് അള്ളാഹ് അങ്ങനെ സ്വീകരിക്കുന്ന ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്റെ പ്രാർത്ഥന കൊണ്ട് ഉമ്മ രക്ഷപ്പെട്ടു എന്നാണ്.
നിങ്ങൾക്കറിയോ, ഒരു 3 ദിവസം കഴിഞ്ഞ് ഐസിയുന്ന് മാറ്റി, ഒരാഴ്ച കഴിഞ്ഞ് റൂമെന്ന് മാറ്റി, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ നാസർ ഹുസൈനെ കൊണ്ട് കാണിക്കാൻ പോയി. തൊറാസിക് സർജനാ, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റും നോക്കാനാ. അപ്പൊ ഡോക്ടർ നാസർ ഹുസൈൻ പറയണേ, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനൊരു തൊറാസിക് സർജനാണ്, വളരെ ഓപ്പണായിട്ട് പറയണേ, ഓപ്പറേഷൻ ചെയ്യാനൊന്നും കഴിയില്ല, പ്രാർത്ഥിക്ക്, മരുന്നുകൊണ്ട് നോക്കുക. അത് 2004 ഇത് 2025. ഇന്ന് രാവിലെ വരുമ്പോഴും, ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ എൻ്റെ ഉമ്മാന്റെ അടുത്ത് നിന്നാണ് പോയിട്ട് ഉറങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ വരുമ്പോഴും ഉമ്മാനോട് സലാം പറഞ്ഞിട്ടും സംസാരിച്ചിട്ടുണ്ട് വരുന്നത്. എത്ര വർഷം കഴിഞ്ഞു ആലോചിച്ച് നോക്ക്. അത്ഭുതം എന്താണെന്നറിയോ, അന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഞാൻ വരുന്ന ഈ നിമിഷം വരെ ഇപ്പൊ അവിടുന്ന് ആരും എന്നെ വിളിച്ചിട്ടില്ല. ഈ നിമിഷം വരെ എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് മക്കളുടെ പ്രാർത്ഥന അങ്ങനെ ഫലിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാഹുവേ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ അവസരം നൽകണേ തമ്പുരാനെ. എപ്പോഴും അവർക്ക് ഒരു തോന്നൽ നൽകണേ തമ്പുരാനെ. മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ എപ്പോഴും അവസരം തരണേ തമ്പുരാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തെ അങ്ങനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രമേൽ പ്രാർത്ഥന വലിയ സ്വീകാര്യതയുണ്ട്. ആ പ്രാർത്ഥന സദാ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തർബിയത്ത് ഒരു അമാനത്താണ്. അത് അങ്ങനെ മാതാപിതാക്കൾ കൃത്യമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തർബിയത്ത് കിട്ടിയ ആൾക്കാരല്ലേ നമ്മൾ മക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? മക്കൾക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികള് അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധ വേണ്ടേ? ഇന്ന് എങ്ങനെ നോക്കുന്നത്? വിദ്യാഭ്യാസം നോക്കും, സൗന്ദര്യം നോക്കും, പണം നോക്കും. എന്നുള്ളതിൽ ഒരു പരിഗണനയും കൊടുക്കൂല. കാരണം എല്ലാരും താല്പര്യം അതാണ്. ഉമർ റളിയല്ലാഹു രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോ ശണ്ട കൂടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പരസ്പരം ശണ്ട കൂടുന്ന ശബ്ദം. ആ വീട്ടിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് ഉമ്മയും മകളുമാണ്. ഉമ്മയും മകളും ശണ്ട കൂടുകയാണ്. ശണ്ട കൂടുന്ന കാര്യം എന്താ? പാലില് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. മകള് പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ചേർക്കൂല, അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ആർജവത്തോടെ പറയുന്ന ഒരു മകളുണ്ട്. ഉമ്മ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കും ചെയ്യാൻ. മകള് ചെയ്യൂലെന്നും. ഉമർ റളിയല്ലാഹു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അടുത്ത ദിവസം ആ വീട്ടിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു വളരെ മനോഹരമായി അവരുടെ ഉമർ റളിയല്ലാഹുവിന്റെ മകനെ ആസിമിൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹാലോചന നടത്തുക ചെയ്യുന്നത് ആ മകളെ കൊണ്ട്. അതാണ് വിവാഹാന്വേഷണത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതി ഒന്ന്, കഴിപ്പിക്കുന്ന ഉദ്ദേശം വേറൊന്ന്, കല്യാണം കഴിച്ചാൽ വാപ്പയമ്മയും പ്രതീക്ഷിക്കുന്നത് വേറൊന്ന്, പിന്നീട് കുടുംബം നശിക്കുന്നു എന്ന് ആവലാതിപ്പെടുന്നു. അടിസ്ഥാനപരമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാതെ നമ്മളിങ്ങനെ ആവലാതിപ്പെടാ. കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. വാപ്പയമ്മയും തമ്മിലുള്ള തർക്കം മോശമായ രീതിയിൽ തർക്കം വരുമ്പോ അത് കുട്ടിയെ ബാധിക്കുന്നു എന്നൊന്നും നമ്മൾ എന്റെ ഭാര്യയാണ്, മക്കൾക്ക് അത് ഉമ്മയാണ്. എനിക്ക് എന്റെ ഭാര്യയായിരിക്കാം, എന്റെ കുട്ടിക്ക്. ഇപ്പൊ അടുത്തൊരു ദിവസം എന്റെ കുട്ടി, ഞാൻ എന്റെ കുട്ടീന്റെ മുമ്പിൽ നിന്നിട്ട് വൈഫിനോട് സംസാരിക്കുമ്പോ എടി എന്ന് വിളിച്ചിട്ട് എന്തോ സംസാരിച്ചു. അപ്പോ അത് ഓൻ കേട്ടിരുന്നതുകൊണ്ട് അടുത്ത ദിവസം ഓനോട് പറയണേ, ഇപ്പച്ചിക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് നല്ല ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. 5 വയസ്സായിട്ടുള്ളത്. നല്ല ശിക്ഷ കിട്ടും. ഞാൻ എന്റെ മോനെ, നിങ്ങൾ ഇന്നലെ പച്ചിനെ എടീന്ന് വിളിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനത് പറയുമ്പോ ആകെ ഇടങ്ങറായി പോയി. ഞാൻ അവനോട് പറഞ്ഞു, പച്ചിന്റെ ഇളയതല്ലേ, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ എന്നോട് പറയണേ, ഞാൻ നപ്പാനെ എടാന്ന് വിളിക്കൂന്ന്. അതെന്തേന്ന് ചോദിച്ചു. നിങ്ങൾ ഉമ്മച്ചനെ എടീന്ന് വിളിക്കണില്ല, അപ്പൊ ഞാൻ നിങ്ങളെ എടാന്ന് വിളിക്കും. അവന്റെ പ്രായത്തിലാണ്, അവന്റെ ആ ചെറിയ പ്രായത്തിലാണ്. അപ്പൊ ഞാനൊരു തൊപ്പിയും ഒരു തുണിയും വാങ്ങിച്ചിട്ട് റമദാൻക്കായിട്ട് ഒരു ഒരുക്കം കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് കരുതി ചെയ്തതാണ്. അത് ചെയ്തു എന്ന് മാത്രമല്ല, അത് എനിക്ക് നല്ല അടി കിട്ടി. ഈ മക്കളെ ഉമ്മാനും പാപ്പാനും വല്ലാണ്ട് പഠിപ്പിക്കണുണ്ടെന്നുള്ളതാണ്. ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു. റമദാൻ ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ കടന്നു പോകുക. ഒരു ദിവസം നോമ്പ് തുറന്നിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓൻ്റെ അടുത്ത് വന്നിട്ട് തോണ്ടിട്ട് പറഞ്ഞു, ഇപ്പം ഇങ്ങോട്ട് ബാക്കിലേക്ക് മാറിക്കുന്നു. ഞാൻ എന്തേന്ന്? അല്ല, ഞാനാണ് ഇമാമൊക്കെ, ഞാൻ തുണി എടുത്തുക്കണല്ലോ, ഞാൻ തൊപ്പിട്ടുക്കണല്ലോ എന്നാ. അപ്പൊ തുണിയും തൊപ്പിയൊക്കെ ആയാൽ ഓൻ ഇമാമക്കണം എന്നാണ്. അപ്പൊ ഓനക്ക് ഇമാമക്കണം. ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, അടുത്ത നിസ്കാരത്തിന് നിൽക്കാന്ന് പറഞ്ഞു. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിൽക്കാ, ഇപ്പൊ ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു അവൻ വിടൂല, കാരണം അവൻ തുണി എടുത്തിട്ടുണ്ട്, തൊപ്പി ഇട്ടിട്ടുണ്ട്. ഓൻ പറഞ്ഞു, എന്നാ നമുക്ക് രണ്ടാം കൊണ്ട് നിൽക്കാം. അങ്ങനെ രണ്ടാളും കൂടെ ഇമാം വന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ പാട്
കാലം അങ്ങനെ തോണ്ടിട്ട് പറഞ്ഞു ഇപ്പച്ചി ബാക്കിലേക്ക് മാറ്. ഞാൻ ചെന്തേ അലപ്പച്ചല് പറഞ്ഞ അടുത്തേന് ഞാൻ നിൽക്കാൻ അത് മറക്കൂല. അപ്പൊ ഞാൻ ബാക്കിലേക്ക് മാറിയിരുന്നു. ബാക്കിലേക്ക് മാറിയിരുന്നപ്പോ ഓൻ അവിടെ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയ്യെട്ടി. എന്നിട്ട് ഓന്റെ ഒരു ഫാത്തിഹ ഉണ്ട്, ആ ഫാത്തിഹ ഓതി. ആ ഫാത്തിഹ ഓതുമ്പോ ഞങ്ങളിങ്ങനെ ഇരുന്ന് ചിരിക്കണുണ്ട്. അപ്പോ അവൻ ഓതുമ്പോ ഇങ്ങനെ ആടുന്നുണ്ട്, ഇങ്ങനെ ആടികൊണ്ടാണ് ഓൻ നിസ്കരിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് ചോദിച്ചു ഇതെന്താണ്ടോ നിസ്കരിക്കുമ്പോ അങ്ങനെ ആടണത്, ഒന്ന് നിന്ന് നിസ്കരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഓന് കയ്യും കെട്ടിക്കൊണ്ടൊരു ഒരു നോട്ടം നോക്കി ബാക്കിലേക്ക്. അപ്പൊ എന്റെ ഭാര്യ എന്റെ കാൽമ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു അത് ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ പറഞ്ഞാൽ മതി. ഞാൻ ചെന്തേ നിങ്ങൾ നിസ്കരിക്കുമ്പോ നിങ്ങൾ ആടലുണ്ട്. അള്ളാഹുവാണ് അന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയണത്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആടുന്നത് അവൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓൻ നിസ്കരിക്കുമ്പോ ഓൻ നിന്നിങ്ങനെ ആടുകയാണ്. ആ ആട്ടം ഓൻ അതേപോലെ നിസ്കരിക്കുമ്പോ ചെയ്യാണ്. ആദ്യ സമയത്ത് അവന്റെ നിസ്കാരാണ് ഓ ഇമാമക്ക. അപ്പൊ ഓൻ നിന്നിങ്ങനെ ആടുകയാണ്. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു നീ എന്താ അത് പറയാഞ്ഞത്? അല്ല ചെറിയ ആട്ടൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാ പറയുന്നത്. അതാണ്, അത്ര കോപ്പിങ് കപ്പാസിറ്റിയാണ് മക്കൾക്കുള്ളത്. അവരെ ട്രാക്കിലൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനെന്താ ചെയ്യുക? 9ാം ക്ലാസ് പഠിക്കണ കുട്ടിയുടെ പേരും പറഞ്ഞില്ല, കാരണം റെക്കോർഡൊക്കെ ഉണ്ടായതുകൊണ്ട് മോശമാണ്. സ്ഥലവും ഞാൻ പറഞ്ഞില്ല. പിന്നെ എൻ്റെ സ്കൂളിൻ്റെ പരിസരത്ത് ഒരു രക്ഷിതാവ് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. അവർ ഒരു സ്റ്റാഫ് റൂം കയറി വന്നു. ഞാൻ പറഞ്ഞല്ലോ 4 ക്ലാസ് നമുക്ക് ക്ലാസ് എടുക്കേണ്ടുള്ളൂ, ഇഷ്ടംപോലെ ക്ലാസ് നമ്മൾ ക്ലാസ് എടുക്കാത്തുണ്ടാവും. കയറി വന്നിട്ട് ചോദിച്ചത് സാർ കുട്ടീനെ ഒന്ന് കണ്ട് സംസാരിക്കണം, ഒന്ന് കൗൺസിലിംഗ് നടത്തുമെന്നോ. മനുഷ്യന്മാർക്ക് ദുനിയാവിൽ ഏറ്റവും ഇടങ്ങുറിച്ച് പണിയായിരിക്കും അത്. സമർക്കൊക്കെ നന്നായി എറിയുണ്ടാവും. കാരണം കുട്ടികളോട് സംസാരിച്ച് മനസ്സിൽ പാകപ്പെടുത്തിയെടുക്കുക നല്ല പണിയായിരിക്കും, പ്രത്യേകിച്ച് ഈ ജനറേഷൻ അല്ലേ. അപ്പോൾ അവരുടെ ഒപ്പം നിന്ന്, അവരുടെ മനസ്സിനൊപ്പം നിന്ന് നല്ല റാപ്പ് ബിൽഡ് ചെയ്ത് അത് തുറന്ന് കിട്ടുക, മനസ്സ് തുറന്ന് കിട്ടുക, അപ്പോഴേ നമുക്ക് സജഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നല്ല റിസ്ക് ആണ്. അപ്പൊ ഞാൻ ബേജാറായിട്ട് ചോദിച്ചു എന്റെ പ്രശ്നം. അപ്പൊ എന്നോട് പറയാണ് കഴിഞ്ഞ ദിവസം കുട്ടി എൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞിരിക്കണ് സാർ. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സായി? 14 വയസ്സ്. എത്ര പഠിക്കണത്? 9ല്. അപ്പൊ എന്താ കുട്ടിന്റെ അടുത്ത് പ്രശ്നം? അല്ല കുട്ടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടി അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചു. നിങ്ങൾ പഠിച്ചവനോട് അൽഹംദുലില്ലാ എന്ന് പറയണ്ടേന്ന് ചോദിച്ചു. അതെന്തേ, അത് നല്ലതാണോ? ഞാൻ പറഞ്ഞ കുട്ടി പറഞ്ഞത് കുട്ടിയെ നിങ്ങൾ നോക്കണ്ട, കുട്ടിയുടെ ഭക്ഷണം നിങ്ങൾ വാരി കൊടുക്കണ്ട, കുട്ടിയുടെ വസ്ത്രം നിങ്ങൾ അലക്കി കൊടുക്കണ്ട, കുട്ടികൾ മലമൂത്ര വിസർജനം ചെയ്താൽ നിങ്ങൾ കഴുകി കൊടുക്കണ്ട, ഓൻ തന്നെ കഴുകിക്കോളും. അതല്ലേ പറഞ്ഞത്. അവന്റെ കാര്യമൊക്കെ ഓൻ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞത്. അല്ല എന്നാലും അങ്ങനെയാണ് പറയലെന്ന്. ഞാൻ പറയാം ശൈലി ശരിയാവണമെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം. ശൈലി മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഓൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അത് മാത്രല്ല ഓനിപ്പോ ഒന്നും പഠിക്കണില്ല. അപ്പൊ അത് വിട്ട് അടുത്തേക്ക് കൂടിയതാ. അപ്പൊ ഞാൻ ചോദിച്ചു ഒന്നും പഠിക്കണില്ലേ? ഇല്ല. പഠിക്കാൻ അങ്ങനെ എന്താ ചെയ്യണമെന്ന്. അപ്പൊ അടുത്ത് നിൽക്കണ ഒരാളെ കാണിച്ചു തന്നു. ഇതേ എന്റെ ഭർത്താവാണ്. ഞാൻ ആ സാധുവിന്റെ മുഖത്ത് നോക്കിയപ്പോ അയാൾ പറയണ അതെ ഭർത്താവാണ്. ആ സാധു മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കാണ്. വാചാരമായിട്ട് ഭാര്യ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്നിട്ട് പറയുന്നു പറഞ്ഞു. അപ്പൊ എന്നോട് പറയണേ 2 മാസത്തെ ലീവിന് വന്നതാ, 1 മാസമായി ഇതുവരെ ഞാൻ പുറത്ത് വിട്ടില്ല. കൊറോണന്റെ തൊട്ടടുത്ത സമയം. ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു പണിയെന്ന്. അപ്പൊ എന്നോട് പറയണേ പഠിപ്പിക്കായിരുന്നു. ആരെ? കുട്ടിയെ. അപ്പൊ എന്താ നിങ്ങൾ പഠിപ്പിക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാ ഞാനതിന് വല്ലാണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഭർത്താവ് എഞ്ചിനീയറാ, കുവൈത്തില് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവര് വരുമ്പോ എനിക്ക് നന്നായി പഠിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇരുത്തി പഠിപ്പിക്കാൻ. ഞാൻ ചെന്നിട്ട് പഠിച്ചോ? ഇല്ല, നിങ്ങൾ മേലാൾക്ക് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അതും അമ്മക്ക് തീരെ പറ്റണില്ല. ഇത് രണ്ടും പറ്റണില്ല അമ്മക്ക്. അപ്പൊ എന്നോട് ചോദിച്ചാൽ അല്ല നിങ്ങൾ കുട്ടി ഒന്ന് കൗൺസിലിംഗ് നടത്തുമെന്ന്. അമ്മ വേഗം അടുത്തേക്ക് കയറി. ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് നടത്താം, പക്ഷെ എനിക്ക് 1-2 കണ്ടീഷൻ ഉണ്ട്, അത് നിങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കൗൺസിലിംഗ് നടത്താമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് എന്താ കണ്ടീഷൻ? ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ടീഷൻ ഉണ്ടായിട്ടൊന്നുമല്ല, ഓർത്തങ്ങനെ പറയാണ് ഒരു ഉമ്മനെ ഒന്ന് പിടിച്ചു വെക്കണല്ലോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. പിന്നെ കുറെ സംസാരിച്ചിരുന്നു. ആ ഉമ്മ ചീത്ത പറഞ്ഞ് ചെവി പൊട്ടിക്കണം. ഞാൻ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് ഞാൻ പറയുന്ന കണ്ടീഷൻ പാലിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആയിക്കോട്ടെ പറയുന്നു പറഞ്ഞു. 2 ആഴ്ചത്തേക്ക് ഓനെ ചീത്ത പറയാനേ പാടില്ല. അത് പറ്റുമെന്ന് ചോദിച്ചു. ഒരു മനല്ല മനസ്സോടെ സമ്മതിച്ചു. കാരണം ഉമ്മക്ക് അത് പറ്റാൻ വലിയ സാധ്യത കുറവാണ്. ഏതായാലും ഉമ്മ സമ്മതിച്ചു. രണ്ടാമത്തത്, അവൻ ഇന്ന് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങള് സന്തോഷത്തോടെ ഒപ്പം നിൽക്കണ്ട, സ്വാഭാവികതയിലും ഉണ്ടാവണം, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യരുത്. അവനെ സ്വീകരിക്കണം. സലാം പറഞ്ഞ അവനെ സ്വീകരിച്ചൊന്ന് ചേർത്ത് പിടിക്കുക. സ്വാഭാവികമായിട്ടും ചെയ്താൽ മതി, അഭിനയിക്കാനും തോന്നരുത്. അങ്ങനെ ചെയ്യണം. അതിന് പറ്റുമെന്ന് വെച്ചു. ആയിക്കോട്ടെ ചെയ്തോളാം. ഓനക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഓൻ വരുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ അതിനുശേഷം സ്വീകരിച്ചതിന് ശേഷം വസ്ത്രമൊക്കെ മാറി എല്ലാവരും കൂടെ ഒന്ന് ഇരുന്ന് കഴിക്കണം. അതിന് പറ്റുമെന്ന് ചോദിച്ചു. അതും ചെയ്തോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം ലീവ് കിട്ടുമ്പോ, കുവൈത്തിനൊക്കെ വന്നതല്ലേ, 1 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, കുടുംബക്കാരൊക്കെ ഇല്ലേ, കുടുംബക്കാരോടൊക്കെ ഒന്ന് പോകണം, പറ്റുമെന്ന് വെച്ച്. ആയിക്കോളാം പോയിക്കോളാന്ന് പറഞ്ഞു.
പിന്നെ അടുത്തത് എവിടെങ്കിലും ഒന്ന്, അവിടെ അടുത്താണ് കൂട്ടായി, അവിടെ ഒരു പാർക്കും ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിലേക്ക് കൂട്ടായിക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകണം കുട്ടികളെ, അതിന് പറ്റുമെന്ന് വെച്ച് ആയിക്കോട്ടെ അതും ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് ഇങ്ങോട്ട് വരാനും പാടില്ല, എന്നെ വിളിക്കാനും പാടില്ല. പിന്നെ കുട്ടി വീട്ടിലെത്തുമ്പോ സിദ്ദിഖ് സാർ എന്തേ ചോദിച്ചതെന്ന് ഓനോട് ചോദിക്കരുത്, ഇത്രയും കണ്ടീഷൻ. അപ്പം ഉമ്മ പറഞ്ഞു ഇങ്ങളിപ്പോൾ കുറേ ആയില്ലേ, ഇത് എന്താ എനിക്ക് ഓർമ്മ കിട്ടില്ല, നമ്മളൊന്ന് എഴുതി തരുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാനിത് അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ, എഴുതാൻ എനിക്കൊരു ഓർമ്മയും കിട്ടൂല പഠിച്ചോനെ. ഞാനത് ഓർത്ത് വേഗം അപ്പണ്ട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഓരോന്ന് ക്രമൊക്കെ തെറ്റിയിട്ടുണ്ടായിരിക്കും, ഓർമ്മയിലാണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു പേനയും കൊടുത്തു, ഒരു പേപ്പറും കൊടുത്തു, അവരെന്നെ എഴുതി കൊണ്ടുവച്ചിട്ട് ആ സാധു ഓരോന്ന് ഇരുന്ന് എഴുതിയെടുത്തു. 1, 2, 3 അങ്ങനെ ഒരു ലിസ്റ്റാക്കി എഴുതിയെടുത്തിട്ട് അതിട്ട് വീട്ടിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞു സാറേ കൗൺസിലിംഗ് ചെയ്യാൻ മറക്കരുതിട്ടാണ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, കൗൺസിലിംഗ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് ഞാൻ ചെയ്തോളാം, ഇത് നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയുടെ സ്വഭാവം വെച്ച് ഉമ്മ ചോദിക്കും കൗൺസിലിംഗ് നടത്തിയോന്ന്. അപ്പം നിങ്ങൾ പോകല്ലേ, 1 മിനിറ്റ് എന്ന് പറയും. ഞാൻ ആ പേനയും പേപ്പറും എടുത്തിട്ട് ആ ഉമ്മാൻ്റെ പേര്, ബാപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ ബാപ്പാൻ്റെ സ്ഥലം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ജോലി കാര്യങ്ങൾ എല്ലാം അവരുടെ എല്ലാം ഞാനും കൂടെ എഴുതി വാങ്ങിച്ചു. എന്നിട്ട് പോകാൻ പറഞ്ഞു. അവർ പോയി. ഞാൻ വേഗം എൻ്റെ പിയൂണിനെ വിട്ടിട്ട് കുറേ അപ്പുറത്ത്, ഒരുപാട് 6 ബ്ലോക്കാണ് എൻ്റെ സ്കൂളിൽ, അടുത്ത് 6ാമത്തെ ബ്ലോക്കിലാണ് കുട്ടിയുള്ളത്. ആ ബ്ലോക്കിൽ വിട്ടിട്ട് ആ കുട്ടിയെ വിളിപ്പിച്ചു. കുട്ടി ഇങ്ങനെ വന്നിട്ട് അന്തം വിട്ടിട്ട് ചോദിച്ചു സിദ്ദിഖ് സാർ എന്നെ വിളിച്ചോ? ഞാൻ പറഞ്ഞു വിളിച്ചിരുന്നു. എന്ത് സാർ? കാരണം സ്റ്റാഫ് റൂമൊക്കെ സാധാരണ വിളിപ്പിക്കൽ നല്ലതിനല്ലോ അല്ലേ, എന്തായാലും കുരുത്തക്കേട് കാട്ടിയിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതാണ് അവൻ്റെ ഒരു ധാരണ. ഞാൻ പറയുമ്പോൾ ഇരിക്ക്, എടാ നിന്റെ പേര് ഇന്നതല്ലേ? അതെ. നിന്റെ ബാപ്പാൻ്റെ പേര് ഇന്നതല്ലടാ? അതെ സാർ. ഈ എൻ്റെ ഉമ്മ ഇന്ന സ്ഥലത്തെ ആളല്ലേ? സാർക്ക് എങ്ങനെ അറിയാം? ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ ചോദിച്ചിട്ട് ഓനോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ, എൻ്റെ മുമ്പിൽ പേപ്പർ വെച്ച് കണ്ടാ ഞാൻ ചോദിക്കണത്, ഓരോന്നും ചോദിച്ചപ്പോൾ ഓനിങ്ങനെ അടുത്ത് നിർത്തി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു നല്ല ആളാണ്, ഇത്രയും കാലമായിട്ട് ഞാൻ അറിയണൊരു വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മോൻ ഇവിടെ ഉണ്ടായിട്ട്. ഈ 8ാം ക്ലാസ്സിൽ ഒന്നല്ല ഇവിടെ, ഇപ്പോൾ 9ാം ക്ലാസ് തീരാനായില്ലേ, ഇവിടെ ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടായിട്ട് ഒരു വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മോൻ, എൻ്റെ അടുത്ത ഫ്രണ്ട്സ്, എന്താ എൻ്റെ അടുത്തൊന്ന് വരാഞ്ഞത്, നല്ല ആളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു സാർ എനിക്ക് അതിനെ അറിയില്ലായിരുന്നല്ലോ, നിങ്ങൾ വാപ്പച്ചൻ്റെ ഉമ്മച്ചൻ്റെ ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, ഞാൻ ഉപ്പാനോട് ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, ഭർത്താനൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എടാ ഇപ്പോൾ കുവൈത്തിലായിരുന്നല്ലോ, ലീവിൽ വരാമെന്നൊക്കെ പറഞ്ഞല്ലോ, എത്തിയോന്ന് ചോദിച്ചു. പറഞ്ഞു അവിടെ ഉണ്ട്, 1 മാസമായിക്കണ്. എന്നാലേ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞേക്കണെന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ബസ് അത്രേ ഉള്ളൂ. ഉമ്മാനോടും പറയാൻ മറക്കരുതിട്ടാന്ന് പറഞ്ഞു. ആ 2ഉം പറഞ്ഞു ഏൽപ്പിച്ചു. ആയിക്കോട്ടെ ശരി. 2 തട്ടൊക്കെ തട്ടി ഓൻ പോയി. അന്ന് വീട്ടിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും അന്ന് പറഞ്ഞതൊക്കെ അവർ ചെയ്യണല്ലോ, അത് ചെയ്തിട്ടുണ്ടാവും. തിങ്കളാഴ്ച രാവിലെ ഈ മോന് സ്കൂളിലേക്ക് തിരിച്ചു വരിക. രാവിലെ ഞാൻ ഒപ്പിട്ട് വരുമ്പോൾ ഓടി വന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത് കിടന്നപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ചു. കാരണം ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിന്റെ അടുത്തേക്കല്ലേ വന്നിക്കണത്, ആ പരിഗണന കൊടുക്കണല്ലോ. ചേർത്തിട്ട് പിടിച്ചു. ഞാൻ ചോദിച്ചു എന്തൊക്കെയാ വിശേഷം? അവനോട് സാർ സന്തോഷം. ഞാൻ ഉപ്പാനോട് പറഞ്ഞിട്ടോ ഉമ്മാനോടൊക്കെ പറഞ്ഞിരുന്നു, ഉപ്പാക്കും മക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു, ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. പിന്നെ പറഞ്ഞു ഞങ്ങള് ടൂർ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടേക്കാ പോയത്? ഊട്ടിയിലേക്ക്. എന്നാ പോയത്? ശനിയാഴ്ച രാവിലെ. എന്നാ വന്നത്? ഞായറാഴ്ച രാത്രി. ഇന്നലെ രാത്രി വന്നു. അപ്പൊ തിങ്കളാഴ്ച രാവിലെ സ്കൂൾക്ക് സന്തോഷമായിട്ട് വരിക. ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടായിരുന്നു? ഉപ്പച്ചുണ്ടായിരുന്നു, ഉമ്മച്ചുണ്ടായിരുന്നു, കാക്കുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, ഞാനും. എങ്ങനെ പോയത്? ഞങ്ങളുടെ വണ്ടിയിൽ. ഞാൻ ചോദിച്ചു എവിടെ താമസിച്ചത്? അപ്പൊ ഏതൊരു ഹോട്ടലിന്റെ പേരൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. ഇങ്ങനെ പിടിച്ചാ പറഞ്ഞത് പൊളിയായിരുന്നു. നന്നായിട്ട് അപ്രിസിയേറ്റ് ചെയ്തു. അവനന്ന് പോയി. അന്ന് രാത്രിയിൽ എനിക്കൊരു കോൾ വന്നു, ഒരു നമ്പറാണ്. ഞാൻ എടുത്തു. അവനോട് സിദ്ദിഖ് സാറല്ലേ? ഞാൻ പറയാം അതെ ഞാനാണ്. പിന്നെ കുട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവൻ്റെ ഉമ്മയാണ്. ഞാൻ പറഞ്ഞല്ലോ വിളിക്കാനായിട്ടില്ലല്ലോ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടില്ലല്ലോ, 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വിളിക്കേണ്ടത്. അതേ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനൊരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇസ്തിരിട്ട വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇല്ല 2 ആഴ്ച കഴിയാതെ ഒരു സംസാരവും ഇല്ല എന്ന് പറഞ്ഞു. അല്ല സാറേ പരാതി പറയാനല്ല, അന്നൊക്കെ ഞാൻ പരാതിയല്ല പറഞ്ഞിരിക്കുന്നത്, കുറ്റം പറച്ചിലല്ലേ, സങ്കടം പറച്ചിലല്ല, ഒരു സന്തോഷം പറയാനാണ്. ഞാൻ പറഞ്ഞു ഒരു സന്തോഷമില്ല, ഒരു സന്താപം ഇല്ല, ഒന്നും പറയാൻ പാടില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രം. അപ്പം അല്ല സാർ പ്ലീസ് ഇതൊന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഫോണ് നിങ്ങൾ കട്ട് ചെയ്യണോ അതോ ഞാൻ കട്ട് ചെയ്യണോന്ന് വെച്ച്. അപ്പൊ എന്നോട് അമ്മ പറയണ് നിങ്ങൾ ഇതൊന്ന് കേട്ടുകാണ്ട് കട്ടാക്കി കളിയുന്നു, എന്നാലും അതൊന്ന് കേൾക്കണം മുപ്പത്തിയേർക്ക്. ഞാൻ പറഞ്ഞു ഐ എം റിയലി സോറി, ഞാൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ കട്ട് ചെയ്യല് ക്രൂരമായി ഞാനത് കട്ട് ചെയ്തു. പറയാൻ സമ്മതിച്ചില്ല. ആ ഉമ്മാന്റെ പറയാനുള്ള ഒരു ആഗ്രഹത്തെ അങ്ങോട്ട് മുറിച്ചിട്ടു, പറയേണ്ടെന്ന് വെച്ചു. അന്ന് ആ വീട്ടിൽ എന്തുണ്ടായി എന്നുള്ളതൊക്കെ പിന്നെ ഞാൻ അറിഞ്ഞു. കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞു.
രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഉപ്പയും ഉമ്മയും കൂടെ ഒരു വരവ് വന്നു. രണ്ടാഴ്ച മുമ്പ് വന്ന വരവുണ്ടല്ലോ അല്ലേ, അന്ന് വന്നപ്പോ വാപ്പ വന്നിട്ട് ഒരു സലാം പറച്ചില്ല. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചി ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, സാറേ സലാം പറഞ്ഞിട്ട് പറയാണ്, സാറേ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ആർക്ക്? സാർക്ക്. എന്തിന്? കൗൺസിലിംഗ് നടത്തിയതിന്. ഞാൻ പറഞ്ഞു ആരെ പറഞ്ഞു? അപ്പൊ ഉമ്മ പറയാ അത് ഓൻ അന്ന് തന്നെ പറഞ്ഞിക്കണ്. മനസ്സിലായില്ലേ? ഉമ്മ പറയണ ഓൻ അന്ന് തന്നെ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? ഓനെ ആ നിങ്ങൾ സലാം പറഞ്ഞയച്ചില്ല അന്ന്? ആ സലാം ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് ചെയ്തു ഓൻ പറഞ്ഞോ? അല്ല കൗൺസിലിംഗ് ചെയ്തെന്നല്ല, സലാം അപ്പൊ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്തിട്ട് പറഞ്ഞയച്ചല്ലേ. ഞാൻ പറയാം അതെങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക? നമുക്കൊരു കാര്യം ചെയ്യാം, ഓനോട് തന്നെ ചോദിക്കാം, ഉറപ്പുവരുത്താന്ന്. ഞാൻ ആളെ വിട്ടു, ഓനെ വിളിപ്പിച്ചു, ഓൻ വന്നു. യാദൃശികമായിട്ട് ഉപ്പാന്റെ ഉമ്മാന്റെ ഫ്രണ്ടിന്റെ കൂടെ സാറ് നിൽക്കുന്ന കാഴ്ച പെട്ടെന്ന് കണ്ടപ്പോ ഓൻ കരഞ്ഞുപോയി. ഓടി വന്ന് സലാം പറഞ്ഞപ്പോ ഞാൻ ചേർത്ത് പിടിച്ചു. ഓങ്ങ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ഉമ്മാന്റെ കണ്ണിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. വാപ്പയും നന്നായി കരയണുണ്ട്, അവർക്ക് ചിരിക്കണുണ്ട്, സന്തോഷമുണ്ട്, അവർക്ക് സന്തോഷമുണ്ടാ കരയണത്. അവർ രണ്ടുപേരും കുട്ടിയെ ചേർത്ത് പിടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ആ വികാര പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മോനെ നിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ആദ്യമായിട്ട് വിളിച്ച് നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചു. പറയാം ഓർമ്മയുണ്ട്. ഞാൻ എന്തൊക്കെയാണോട് ചോദിച്ചു, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താന്ന്. അപ്പൊ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാനോട് പറഞ്ഞു, തിരിഞ്ഞിട്ട് പറഞ്ഞു ഉപ്പാനെ അറിയാന്ന് പറഞ്ഞു, ഉമ്മാനെ അറിയാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ചോദിച്ചതൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തു. പിന്നെന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിച്ചു ഞാൻ. അല്ല വേറെ ഒന്നുമില്ല. അപ്പൊ ഉമ്മ ചോദിക്കാം അന്നെ കൗൺസിലിംഗ് നടത്തിയില്ലേന്ന്. മോന്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ചോദിക്കാം അല്ല അന്നെ കൗൺസിലിംഗ് നടത്തിയില്ലേന്ന്. അപ്പൊ ഓൻ ചോദിക്കാം കൗൺസിലിംഗാ? ആര്? ഇല്ലില്ല. അപ്പൊ ഉമ്മ ഉപ്പാനോട് ചോദിക്കാം പിന്നെ ആരെ കൗൺസിലിംഗ് നടത്തിയെന്ന്. ഞാൻ പറയാം എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാ ഓൻ ആരാ കൗൺസിലിംഗ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അവനോട് കാരൻ ഞാൻ പറഞ്ഞു ഓൻ പോയിക്കോട്ടെ എന്നിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഓനോടൊക്കെ സംസാരിച്ചൊക്കെ വിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഇരിക്കി നമുക്ക് ബാക്കി സംസാരിക്കാന്ന് പറഞ്ഞു. ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവനെ 2 ആളുകൾ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഒന്ന് ഈ നിൽക്കുന്ന വാപ്പയാണ്, മറ്റൊന്ന് ഈ നിൽക്കുന്ന ഉമ്മയാണ്. ഈ 2 ഉമ്മയും ബാപ്പയല്ലാത്ത ഒരാളും അവനെ കൗൺസിലിംഗ് നടത്തിയിട്ടില്ല. വേറെ ആരാ കൗൺസിലിംഗ് നടത്തിയത്? ആലോചിച്ചോക്ക്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിന്റെ ആ വാപ്പ അന്ന് കൈപിടിച്ചിട്ട് എഴുന്നേറ്റ് പറഞ്ഞൊരു വർത്താനുണ്ട് പോകുന്ന സമയത്ത്, സാർ ഞാൻ എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോൾ ഭയങ്കര ആനന്ദമുള്ള സമയമായിരുന്നു. എൻ്റെ അടുത്ത് പണമുണ്ട്, എൻ്റെ അടുത്ത് പ്രതാപമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ കുഞ്ഞ് ജനിച്ച കാലം മുതൽ ഇന്നലത്തെ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ സമയം വരെ വലിയ പ്രയാസത്തിലായിരുന്നു, നല്ല ഇടങ്ങറായിരുന്നു. എന്നും പരാതി, മക്കൾക്ക് വേണ്ടിയിട്ട് വർത്താനം, മക്കൾക്ക് വേണ്ടിയിട്ട് ചീത്ത പറച്ചില്, അത് വേണം ഇത് വേണം, അത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല, കുട്ടി അത് പഠിക്കണില്ല ഇത് പഠിക്കണില്ല, ഇടങ്ങറായിരുന്നു. കുവൈത്തിൽ ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ വരുന്നത് കാണുമ്പോ നെഞ്ചിടിപ്പ് കൂടും. കാരണം എന്ത് പരാതിയാ പറയണത്? ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ നിന്നാ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ പണം എവിടുന്ന് കിട്ടും? ഇറ്റിങ്ങളെ നോക്കും വേണ്ടേ? അതുകൊണ്ട് ക്ഷമിച്ചു നിൽക്കായിരുന്നു സാർ. സത്യമായിട്ടും പറയട്ടെ, ഈ കഴിഞ്ഞ 2 ആഴ്ച ഉണ്ടല്ലേ, ഞാൻ ആദ്യകാലത്ത് കല്യാണം കഴിച്ച ആദ്യകാലത്തുണ്ടായതുപോലെ ആനന്ദമുള്ള 2 ആഴ്ചയായിരുന്നു. വീട്ടിൽ എന്തൊരു സന്തോഷമായിരുന്നു. അവിടെ ഒച്ചപ്പാടുകളില്ല, ബഹളങ്ങളില്ല, തട്ടിമറിച്ചിലിടില്ല, അടിയില്ല, കുത്തില്ല, ചീത്ത പറച്ചില്ല, കരച്ചിലില്ല, ആനന്ദം മാത്രമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉമ്മയും മക്കളും ബാപ്പയും മക്കളും സ്നേഹത്തോടെ പെരുമാറുന്നു, യാത്ര പോകുന്നു, കുടുംബങ്ങളിൽ പോകുന്നു, ഒക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്നു. ഒരു തരത്തിലുള്ള അസ്വസ്ഥയില്ല. ഈ 2 ആഴ്ച പോലത്തെ ഇനിയുള്ള കാലം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവാണ്. ഞാൻ പറഞ്ഞു ഇനിയും അത് തീരുമാനിക്കാൻ ഒരാളെയും കാണണ്ട, നിങ്ങൾ 2 പേരെയും മാത്രം സമീപിച്ചാൽ മതി, വേറെ ആർക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെയല്ലേ? അല്ലേ? ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചാൽ എൻ്റെ വീട് എനിക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. മക്കളെ മാത്രം അതിൽ കൂട്ടല്ലേ? അത് കുട്ടി പറഞ്ഞേക്കണില്ലല്ലോ, അവരങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, സ്വഭാവം മോശമുണ്ട്. അതൊന്നും പറയണ്ട, അതൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. അത് വളരെ കൃത്യമായിട്ടും റബ്ബു ഔലാദക്കും തർബിയത്തിക്കും അതിനെ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടോ നമ്മെ തർബിയത്ത് ചെയ്ത പോലല്ല, അവനവന്റെ മക്കളെ തർബിയത്ത് ചെയ്യുമ്പോ അത് കൃത്യമായിട്ടും അവരുടെ സമാനിനനുസരിച്ച അവരുടെ കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും ഉണ്ടാക്കുന്നുള്ളത് പരിഹാരം. അല്ലാതെ കുട്ടിയെ മാറ്റാൻ എന്നുള്ളതല്ല. കുട്ടിയെ മാറ്റാൻ കഴിയില്ല, ഉമ്മാക്കും ബാപ്പാക്കും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമ്മളാണ് അതിന്റെ ശ്രമം നടത്തേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ താക്കോല് കിടക്കുന്നത് നമ്മളെ കയ്യിലാണ്. മക്കളെ, തലമുറനെ, അപ്പുറത്തോരെ ഇപ്പുറത്തോരെ, ഓന്റെ ഫ്രണ്ടിനെ, ഓൻ പഠിച്ച സ്കൂളിനെ, ഓനെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ആരും പറയണ്ട, നമ്മളേക്കും അല്ലേ? മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കള്.
വെറുതെ കൂട്ടിയെടുത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞ് അതെന്നെ എപ്പോഴും പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ മനസ്സിൽ കൺസെപ്റ്റ് മാറ്റം വരുത്താൻ നിൽക്കണ്ട. അവനോട് പറയാ, മക്കളോട് പറയാ, ഭാര്യയും ഭർത്താവും സൗമ്യമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടത്തല്ലാത്ത ഒരു തരത്തിലുള്ള കൗൺസിലിങ്ങോ മറ്റോ നല്ല കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാപ്പയമ്മയാണ്. അതുകൊണ്ട് ഞാൻ സമയം കടന്നു പോയിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. ദീനിനും ദുന്യാവിനും ഉപകാരപ്രദമാകുന്ന മക്കളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا وعمرا واسعا في طاعتك ومرضاتك طويلا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لك على كل حال ونعوذ بك من حال اهل النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.